Hi, hello. Welcome to A Plus Training Solutions. സോ യു ജി സി നെറ്റ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തുന്നത്. സോ ജൂൺ 2025 ക്വസ്റ്റ്യൻസ് ആണ് കറന്റ് വി ആർ ഡിസ്കസിങ്. സോ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ഒരു 10ഓളം ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷൻസും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് നെയിം വാസ് ചേഞ്ച്ഡ് ടു സുൽത്താൻപൂർ ബൈ മുഹമ്മദ് ബിൻ തുഗ്ലക്? സോ മുഹമ്മദ് ബിൻ തുഗ്ലക് പറയപ്പെടുന്ന ഏതോ ഒരു സിറ്റി ഇൻവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കോൺക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് സിറ്റീസ് നെയിം വാസ് റീനെയിംഡ് ടു സുൽത്താൻപൂർ. ഏതാണ് ആ സിറ്റി എന്നുള്ളതാണ്. ഓപ്ഷൻ എ വാറങ്കൽ, ഓപ്ഷൻ ബി ദേവഗിരി, ഓപ്ഷൻ സി മൈസൂർ, ഓപ്ഷൻ ഡി മധുരൈ. സോ ഐ വിൽ ഗിവ് 30 സെക്കൻഡ്സ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇൻവൈഡ് ചെയ്തിട്ട് സുൽത്താൻപൂർ എന്നുള്ള പുതിയ പേര് നൽകിയിട്ടുള്ള സിറ്റി ഏതാണ് എന്നുള്ളത്. വാറങ്കൽ ആണോ, ദേവഗിരി ആണോ, മൈസൂർ ആണോ, മധുരയാണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ എ വാറങ്കൽ എന്നുള്ളതാണ്. സോ വാറങ്കലിന്റെ പേരാണ് സുൽത്താൻപൂർ എന്നുള്ള പേരിലേക്ക് റീനെയിം ചെയ്തിട്ടുള്ളത്. 1323 മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഡൽഹിയുടെ സുൽത്താൻ. അല്ല, ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. അപ്പൊ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഭരിക്കുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ നേതൃത്വത്തിൽ, അന്ന് ജോണ ഖാൻ എന്നുള്ള ടൈറ്റിൽ പേരായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒറിജിനൽ നെയിം. മനസ്സ് അധികാരത്തിൽ വന്ന ശേഷമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നുള്ള ഒരു ടൈറ്റിലൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ശ്രീ ജോണ ഖാന്റെ നേതൃത്വത്തിൽ 1323 വാറങ്കലിലേക്ക് ഒരു ആർമി അയക്കുന്നുണ്ട്. സോ ആ ഒരു ആർമി എന്ത് ചെയ്യുന്നു? വാറങ്കൽ പിടിച്ചെടുക്കുകയും വാറങ്കലിന്റെ പേര് ജോണ ഖാൻ, അന്നത്തെ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അത് സുൽത്താൻപൂർ എന്നുള്ള പുതിയൊരു പേരിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഇങ്ങനെ നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളുടെയും റീനെയിം അവിടെ നടന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ അലൗദ്ദീൻ ഖൽജിയുടെ കാലഘട്ടത്തിൽ ചിത്തൂർ പിടിച്ചെടുത്ത് ചിത്തൂറിനെ കിസ്റാബാദ് എന്നുള്ള ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വാറങ്കലാണ്. ഇനി നമുക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. സോ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറയുകയാണെങ്കിൽ ഹി വാസ് അക്യൂസ്ഡ് ഓൺ കില്ലിംഗ് ഹിസ് ഫാദർ. അദ്ദേഹം 1325 അധികാരത്തിൽ വരുന്നത്. 1325 മുതൽ 1351 വരെ നീണ്ട 26 വർഷക്കാലം ഡൽഹിയുടെ സുൽത്താനായിട്ട് തുഗ്ലക് ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നുള്ളത്. സോ അദ്ദേഹത്തിന്റെ സക്സീഡർ, അദ്ദേഹത്തിന്റെ ഫാദർ ആയിരുന്നു അദ്ദേഹത്തിന്റെ മുൻഗാമി. അങ്ങനെ 1325 ഫാദർ ഒരു ബംഗാൾ ക്യാമ്പയിൻ ഒക്കെ നടത്തി. ബംഗാൾ ക്യാമ്പയിനിങ് ഒക്കെ സക്സസ്ഫുള്ളി എന്ത് ചെയ്യുന്നു? അവര് തിരിച്ച് ഡൽഹിയിലേക്ക് വരുന്നു. അപ്പൊ ഈ സമയത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്യുന്നു? ജയിച്ചു വരുന്ന തന്റെ പിതാവിന് വേണ്ടി വലിയൊരു സ്വീകരണമൊക്കെ ഏർപ്പെടുത്തിയ വേണ്ടി വലിയൊരു സ്റ്റേജ് പോലെ, ഒരു പെവിലിയോൺ പോലെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് എന്ത് ചെയ്തു? ഈ ബംഗാളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന ആനകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പവിലിയോൺ തകരുകയും ഗിയാസുദ്ദീൻ തുഗ്ലക്ക് മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു കൂട്ടം ഹിസ്റ്റോറിയൻസിന്റെ വാദം. ഇങ്ങനെ എല്ലാ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് മരിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ലൈറ്റനിങ് അഥവാ മിന്നലേറ്റു മരിച്ചതാണ് എന്ന് പറയുന്ന അഭിപ്രായവും ചില ഹിസ്റ്റോറിയൻസിനുണ്ട്. എനിവേ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ആ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ ഒരു ദുർവിധി എന്ന പോലെ നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ പിതാവിനെ കൊന്ന് അധികാരത്തിൽ വന്നു എന്നൊരു ഒരു ചീത്തപ്പേര് ആർക്കുണ്ട്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനുണ്ട്. പാട്രിസൈഡ് നടത്തി എന്നുള്ളൊരു ഒരു ചീത്തപ്പേര് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനുണ്ട്. ഇന്റൻഷനലി അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹിസ്റ്റോറിയൻസിൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹി വാസ് വെരി ഓപ്പൺ മൈൻഡഡ്. നല്ല രീതിയിൽ ആ ഒരു കാലഘട്ടത്തിലെ ഡൽഹി സൽത്തനേറ്റിലെ ബാക്കിയുള്ള റൂളേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലിബറൽ ആയിട്ടുള്ള, ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള, ഫോറിനേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന, തന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഒഫീഷ്യൽസിനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി അവരുടെ മെറിറ്റ് അനുസരിച്ചിട്ടൊക്കെ ആയിരുന്ന ഒരു നല്ലൊരു റൂളർ ആയിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്നുള്ളത്. ഓക്കെ. സോ ഭയങ്കര ആ ഒരു സെക്യുലറിസം സ്വഭാവമൊക്കെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലോസ് കോണ്ടാക്ട് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിം മിസ്റ്റിക്സ് ഉണ്ട്, സൂഫികളെ പോലെയുള്ള ആൾക്കാരുണ്ട്, ഹിന്ദു സെയിൻസ് ഉണ്ട്, അതുപോലെ ജെയിൻസ് ലൈക്ക് ജിനപ്രഭ സൂര്യ പോലെയുള്ള ജെയിനിസ്റ്റുകളുമായിട്ടും ആർക്കൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഓക്കെ. വളരെ ലിബറൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അദ്ദേഹത്തിന്റെ ഒരു എത്രത്തോളം ഓപ്പൺ മൈൻഡഡ് ആണ് അദ്ദേഹം എന്നുള്ളത് കാണിക്കുന്ന ഒരു കൊട്ടേഷൻ ഇബ്നു ബത്തൂത്തയുടെ ഒരു വർക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇബ്നു ബത്തൂത്ത പറയുന്നു, സുൽത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ബുധനാഴ്ചകളിലെയും മെയിൽ സ്ലേവ്സ് അഥവാ പുരുഷന്മാരായിട്ടുള്ള അടിമകളെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മോചിപ്പിക്കും. എല്ലാ വെള്ളിയാഴ്ചയും എന്ത് ചെയ്യും? സ്ത്രീ ആയിട്ടുള്ള അടിമകളെ മോചിപ്പിക്കും. ഒരു സാറ്റർഡേ എടുത്തിട്ട് എന്ത് ചെയ്യും? ഈ മോചിക്കപ്പെട്ട
പുരുഷനെയും മോചിപ്പിക്കപ്പെട്ട സ്ത്രീയെയും തമ്മിൽ കല്യാണം കഴിപ്പിച്ച് അവർക്ക് ഒരു ഫാമിലി ലൈഫൊക്കെ ജീവിക്കാനുള്ള ഒരു സാധ്യത ആരുണ്ടാക്കി കൊടുക്കും? സുൽത്താൻ ഉണ്ടാക്കി കൊടുക്കും. സോ അത്രത്തോളം ലിബറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്നുള്ളത്. അപ്പൊ സ്ലേവ്സിനെ നല്ലോണം കൺസിഡർ ചെയ്ത് എന്ന് വിചാരിച്ച് ആരാണ് ദിവാനൈ ബന്ധകൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ സ്ലേവ്സിന്റെ വെൽഫെയറിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാരല്ല, അത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അല്ല. അതാരായിരുന്നു? എനിബഡി ആർക്കെങ്കിലും അറിയോ? അത് ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ് കേട്ടോ. ദിവാനൈ ബന്ധകൻ എന്നുള്ള പേരിൽ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ സ്ലേവ്സ് ആരുണ്ടാക്കിയിട്ടുണ്ട്? ഫിറോസ് ഷാ തുഗ്ലക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഹി സെലിബ്രേറ്റഡ് ഹോളിയുടെ ആഘോഷം ആര് നടത്തിയിട്ടുണ്ട്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഹി വിസിറ്റഡ് ദ ടോംബ് ഓഫ് മുഈനുദ്ദീൻ ചിഷ്ടി. മുഈനുദ്ദീൻ ചിഷ്ടിയുടെ ടോംബ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡൽഹി സൽത്തനത്തെ ഒരു ഫസ്റ്റ് സൽത്തനാണ് ആ ഒരു രീതിയിൽ ടോംബ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഫാദറായിരുന്ന, ഇദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്കിനാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ഒരു കാലഘട്ടത്തിൽ നിസാമുദ്ദീൻ ഔലിയ എന്നുള്ള സൂഫി സെയിന്റിനുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ശത്രുത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ സൂഫീസും സുൽത്താനും ഒരു ക്ലാഷ് പീക്കിൽ നിന്ന കാലഘട്ടമായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കാലഘട്ടം. അപ്പൊ അതിൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഭരണാധികാരിയായി വരുന്നു, പക്ഷെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു കാലഘട്ടത്തിൽ നിസാമുദ്ദീൻ ഔലിയയാണ്. എല്ലാവരും നിസാമുദ്ദീൻ ഔലിയടുത്താണ് പരാതി ബോധിപ്പിക്കുന്നത്. എല്ലാവരും ആശ്വാസം കിട്ടാൻ വേണ്ടി വിസിറ്റ് ചെയ്യണത് നിസാമുദ്ദീൻ ഔലിയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഓഫ് കോഴ്സ് ആ ഒരു കിങ്ങിന്, സുൽത്താൻ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് തന്റെ ഈഗോ ഹേർട്ടായി. അപ്പൊ എന്ത് ചെയ്തു? നിസാമുദ്ദീൻ ഔലിയെ പലതരത്തിലും എന്ത് ചെയ്തു? അദ്ദേഹം വിമർശിക്കുകയും, നിസാമുദ്ദീൻ ഔലിയ അവിടെ ഒരു സ്റ്റെപ്പ് പോലെ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? എല്ലാ പണിക്കാരോടൊക്കെ ഇനി ആരും എന്ത് ചെയ്യരുത്, നിസാമുദ്ദീൻ ഔലിയക്ക് വേണ്ടി പണിയെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പല രീതിയിലും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ ബംഗാൾ ക്യാമ്പയിൻ ജയിച്ചു വരുന്ന വഴിക്ക് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു വാദം പറഞ്ഞു, ഞാൻ തിരിച്ച് ഡൽഹിയിലെത്തിയ ഉടനെ നമ്മുടെ നിസാമുദ്ദീൻ ഔലിയോട് യുദ്ധം ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. അപ്പൊ നിസാമുദ്ദീൻ ഔലിയ തിരിച്ച് പറയാണ്, ഡൽഹീസ് എന്താണ് ഫാർ ടു ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ സംബന്ധിച്ച് ഡൽഹി ഒരിക്കലും എത്തിപ്പെടാത്ത ഒരു ദൂരത്തിലാണ് എന്നുള്ള ഒരു ഹിന്ദി ഉറുദു വാക്കുണ്ട്. ദില്ലി ഹസൂർ എന്നുള്ള രീതിയിൽ ഒരു വാക്കുണ്ട്. സോ ആ ഒരു വാക്ക് പറയാണ്, ഡൽഹി ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ സംബന്ധിച്ച് വളരെ ദൂരത്താണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സോ അത് വിച്ച് മീൻസ് എന്താണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഒരിക്കലും ഡൽഹിയിലേക്ക് എത്താൻ പോകുന്നില്ല എന്നൊരു അർത്ഥമായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഡൽഹിയിലേക്ക് വരുന്ന വഴി തന്നെ പകുതിയിൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ക്ലാഷ് ഓർക്കാം. അതിനുശേഷം അത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് സൂഫി സെയിന്റുകളായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ടോംബൊക്കെ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹി അപ്പോയിന്റ് ഓഫീസേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ മെറിറ്റ്. അവരുടെ മെറിറ്റിനനുസരിച്ചിട്ടായിരുന്നു ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അവരുടെ ഒരു നൊബിലിറ്റിയോ അവരുടെ ഒറിജിനോ അല്ലെങ്കിൽ അവർ ടർക്കിഷ് ഒറിജിൻ ആണോ അഫ്ഗാൻ ഒറിജിൻ ആണോ എന്നൊന്നും കൺസിഡർ ചെയ്തിട്ടായിരുന്നില്ല. അവരുടെ റിലീജിയൻ നോക്കിയിട്ടായിരുന്നില്ല, മെറിറ്റ് ബേസ്ഡായിരുന്നു ഇവിടുത്തെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ അല്ല, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനൈ സിയാസത്ത് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ദിവാനൈ സിയാസത്തിന്റെ ഒരു ഡ്യൂട്ടി എന്നുള്ളത്? ഓഫീസേഴ്സ് വൺസ് മെറിറ്റൊക്കെ നോക്കിയിട്ടാണ് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇനി ആ ഒരു ഓഫീസർ കറക്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ മേൽ അർപ്പിതമായിട്ടുള്ള കടമകൾ ചെയ്യുന്നുണ്ടോ, ഇൻ കേസ് അദ്ദേഹം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഫോൾ പ്രാക്ടീസസ് ചെയ്യുകയാണെന്ന് കണ്ടാൽ അദ്ദേഹത്തിനെ പണിഷ് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനൈ സിയാസത്ത് എന്നുള്ളത്. ഓക്കെ, സോ അദ്ദേഹം ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്, എക്സ്പെരിമെന്റലി നാച്ചുറൽ ആണ്. പക്ഷെ എന്ത് ചെയ്യും? ആ എക്സ്പെരിമെന്റ് എന്നുള്ളത് ദീർഘവീക്ഷണത്തിൽ ചിന്തിക്കാതെ ഭയങ്കര ഹേസ്റ്റി ആയി ചിന്തിച്ച് ഭയങ്കര ടൈം എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാതെ ഇംപേഷ്യന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രവണതയും ആർക്കുണ്ടായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക എക്സ്പെരിമെന്റുകളും പാളിപ്പോയിട്ടുണ്ട്. നമുക്കറിയാം എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് പരാജയപ്പെട്ടു പോയത്. ഒന്ന്, ടാക്സേഷൻ ഇൻ ദ ഡോബ് ഏരിയയിലെ ടാക്സേഷൻ. രണ്ട്, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയിട്ടുള്ളത് അല്ലെ. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ടോക്കൺ കറൻസി എക്സ്പെരിമെന്റ്, അതും ഫെയിൽ ആയി പോയി. അതൊക്കെ അട്ടർലി ഫെയിൽ ആയി എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് കുറാച്ചിൽ എക്സ്പെഡീഷനും ഖൊറാസാൻ എക്സ്പെഡീഷനും. സോ ആ രീതിയിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പാളിപ്പോയിട്ടുള്ള എക്സ്പെരിമെന്റ്സുകൾ. സോ അദ്ദേഹത്തിനെ പല ഹിസ്റ്റോറിയൻസും വിശേഷിപ്പിച്ചിട്ടത് ഈസ്റ്റാർഡ് ഐഡിയലിസ്റ്റ്, വൈസസ്റ്റ് ഫൂൾ എന്നൊക്കെയുള്ള ടൈറ്റിൽ ആർക്കുണ്ട്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനുണ്ട്. ഓക്കെ, പിന്നെ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലെ ഇമ്പോർട്ടന്റ് ഈവന്റ്സ് പറയുകയാണെങ്കിൽ 1323 ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടത്തിൽ ജോണാഖാൻ അഥവാ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അദ്ദേഹം വാറങ്കൽ പിടിച്ചെടുക്കുകയും വാറങ്കലിനെ സുൽത്താൻപൂർ എന്നുള്ള പുതിയൊരു പേര് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
1325 അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ടാക്സേഷൻ ഇൻ ദ ദോബ് എക്സ്പെരിമെന്റ്. അപ്പൊ അതെന്ത് ചെയ്തു? ഫെയിൽ ആയി പോയി. ആ ഒരു ഗാങ്ങറ്റിക് ദോബിൽ പല ആൾക്കാരും ഫെമൈൻ വന്ന് മരിച്ചുപോയി. ഇപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അവിടെ വരികയും 2.5 വർഷക്കാലം അവിടെ താമസിക്കുകയും കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത്? തിരിച്ചുപോയി ദിവാനൈ കോഹി എന്നുള്ള ഒരു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുകയും ഈ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് വഴി ആൾക്കാർക്ക് നല്ല രീതിയിൽ സീഡുകളും കാറ്റിൽസിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്ലസ് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? അഗ്രികൾച്ചറൽ ലോൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തക്കാവി എന്നുള്ള പേരിലും സ്വന്താർ എന്നുള്ള പേരിലുമുള്ള അഗ്രികൾച്ചറൽ ലോൺസ് ഫാർമേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ടേം ഒക്കെ ഓർത്തിരിക്കണം. ഈ ഒരു എക്സാമിൽ തന്നെ നമ്മൾ എന്ത് കണ്ടു? സ്വന്താർ എന്താണെന്ന് ചോദ്യം കണ്ടു. സ്വന്താർ എന്താണ്? അതൊരു അഗ്രികൾച്ചറൽ ലോൺ ആണ്. ഓക്കെ, പിന്നീടാണ് 1327 നടക്കുന്ന സംഭവമാണ് അദ്ദേഹത്തിന്റെ കാമ്പിളി കിങ്ഡം പിടിച്ചെടുക്കുക എന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട്. ഒരു പുതിയൊരു ഡൈനാസ്റ്റി തന്നെ തുടങ്ങുന്നത് ഈ ഒരു മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാമ്പിളി ഇൻവാഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏതാണത്? വിജയനഗരാസ് അല്ലെ. സോ അനക്സേഷൻ ഓഫ് കാമ്പിളി കിങ്ഡം, 330 ടോക്കൺ കറൻസി എക്സ്പെരിമെന്റ്, 333 ഖൊറാസാൻ എക്സ്പെഡീഷൻ, 333 ഖൊറാച്ചിൽ എക്സ്പെഡീഷൻ, 337 കോൺഗസ്റ്റ് ഓഫ് നാഗർകോട്ട്. അന്നത്തെ അവിടുത്തെ രാജാവായിരുന്ന രാജ ഓഫ് പൃഥ്വിചന്ദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നാഗർകോട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പിടിച്ചെടുക്കുന്നു. ഓക്കെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടം എന്നുള്ളത് 1325 മുതൽ 351 വരെയാണ്. അതിന്റെ ഇടയിൽ 2 പവർഫുൾ ആയിട്ടുള്ള ഡൈനാസ്റ്റീസ് ഡെക്കാൻ ബേസിൽ വരുന്നുണ്ട്. ഒന്ന് 1336 ഹരിഹരയും ബുഖയും ഫൗണ്ട് ചെയ്തിട്ടുള്ള വിജയനഗര എംപയർ ആണ്. മറ്റൊന്ന് 1347 1347 വന്ന ബാഹ്മണി കിങ്ഡം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാമാനുജാചാര്യാസ് കമന്ററി ഓൺ ദ വേദാന്ത സൂത്ര വിച്ച് പ്രൊപ്പോണ്ടഡ് ദ ഫിലോസഫി ഓഫ് വിശിഷ്ട അദ്വൈത ഇസ് കോൾഡ്. അപ്പം രാമാനുജയുടെ വേദാന്ത സൂത്രയുടെ മേൽ രാമാനുജാചാര്യ എഴുതിയിട്ടുള്ള കമന്ററിയുടെ ടൈറ്റിൽ എന്താണെന്ന ചോദ്യം. വിച്ച് പ്രൊപ്പോണ്ടഡ് ദ ഫിലോസഫി ഓഫ് വിശിഷ്ട അദ്വൈത. ഓപ്ഷൻ എ വേദാന്ത രസാര, ഓപ്ഷൻ ബി ശ്രീഭാസ്യ, ബ്രഹ്മസൂത്ര ഭാസ്യ, അനുവ്യഖ്യ. രാമാനുജാചാര്യാസ് കമന്ററി ഓൺ വേദാന്ത സൂത്ര, അതാണ് ചോദ്യം. ഏതാണ് കറക്റ്റ് ആൻസർ? I will give you 30 seconds. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് അതെ ശ്രീഭാസ്യാണ്. ഓക്കെ, ഓപ്ഷൻ ബി ശ്രീഭാസ്യാണ് കറക്റ്റ് ആൻസർ. സോ രാമാനുജാചാര്യയിൽ വരാണെങ്കിൽ അദ്ദേഹം 11th സെഞ്ചുറിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സൈന്റ് ആണ്. ഹി വാസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എക്സ്പോണന്റ് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിന്റെ ആദ്യ കാലഘട്ടത്തിലെ പ്രൊപ്പോണന്റ് ആണ് രാമാനുജാചാര്യ എന്നുള്ളത്. ഹി വാസ് സെറ്റിൽഡ് ഓൺ ശ്രീരംഗം. ശ്രീരംഗത്തിലാണ് അദ്ദേഹം സെറ്റിൽഡ് ആയിട്ടുള്ളത്. രാമാനുജന്റെ ടീച്ചറാണ് യമുന മുനി എന്നുള്ളത്. യമുന മുനിയാണ് രാമാനുജാചാര്യയുടെ ടീച്ചർ. ഇനി രാമാനുജാചാര്യ മുന്നോട്ട് വെച്ച പല ടീച്ചിങ്സും പിൽക്കാലത്ത് പഠിപ്പിക്കുന്ന ആളാണ് മാധവാചാര്യ. 13ാം നൂറ്റാണ്ടിൽ വന്ന ഭക്തി സെയിന്റ് ആണ് മാധവാചാര്യ എന്നുള്ളത്. ദ്വൈത എന്നൊരു ഫിലോസഫിയൊക്കെയാണ് മാധവാചാര്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാമാനുജാചാര്യ മുന്നോട്ട് വെച്ച ഫിലോസഫിയാണ് വിശിഷ്ടാദ്വൈത സിദ്ധാന്ത എന്നുള്ളത്. അപ്പൊ ഈ ഭക്തി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് ടേംസുകൾ കാണാൻ സാധിക്കും. അദ്വൈത, ദ്വൈത, ദ്വൈതദ്വൈത, വിശിഷ്ടാദ്വൈത എന്നുള്ള ടൈറ്റിൽ. സോ ഇത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, ഗോഡും സോളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഓരോ ഭക്തി സെയിന്റും ഓരോ രീതിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ചിലരെ സംബന്ധിച്ച് ഗോഡ് അഥവാ ഈ ഒരു യൂണിവേഴ്സൽ ക്രിയേറ്റർ ആയിട്ടുള്ള ബ്രഹ്മാവും ഇൻഡിവിജ്വൽ സോൾ അഥവാ ആത്മാവും ഒന്നാണ് എന്ന് വിശ്വസിച്ച ഭക്തി സെയിന്റുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ശങ്കരാചാര്യയെ പോലെ അവരുടേതാണ് എന്ത് അദ്വൈത എന്നുള്ള ഫിലോസഫികളൊക്കെ. ഇത് വിശിഷ്ടാദ്വൈത മീൻസ് ക്വാളിഫൈഡ് നോൺ ഡ്യുവലിസം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ലൈക്ക് ഗോഡും സോളും ഒന്നാണോ ചോദിക്കുകയാണെങ്കിൽ ചില ആസ്പെക്ടുകളിൽ ഒന്നാണ്, ചില ആസ്പെക്ടുകളിൽ ഒന്നല്ല എന്നൊക്കെയുള്ള ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. എനിവേ നിങ്ങൾ അതിന്റെ അറിഞ്ഞിരിക്കേണ്ടത് വിശിഷ്ടാദ്വൈത സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രാമാനുജയാണ്. ഓക്കെ, രാമാനുജ ഫൗണ്ട് ചെയ്യുന്ന സെക്ട് ആണ് ശ്രീ വൈഷ്ണവ സെക്ട് എന്നുള്ളത്. രാമാനുജ ഫൗണ്ടഡ് ശ്രീ വൈഷ്ണവ സെക്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു ഇതാണ് പ്രപത്തി മാർഗ എന്നുള്ളത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വല്ലഭാചാര്യ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മാർഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതായിരുന്നു? വിച്ച് വൺ ഈസ് ദാറ്റ്? കൃഷ്ണഭക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാർഗ, അത് പുഷ്ടിമാർഗം അല്ലെ. എന്താണ് ഈ പുഷ്ടിമാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹെൽത്തും ഹാപ്പിനെസ് ഒക്കെ ലഭിക്കും, ഗ്രേസ്, കൃഷ്ണനോടുള്ള ഒരു ഗ്രേസ് കൊണ്ട് നമുക്ക് അതൊക്കെ ലഭിക്കും എന്നുള്ളത്. ഇത് പ്രപത്തി മാർഗയാണ്. പ്രപത്തി മാർഗ മീൻസ് പാത്ത് ഓഫ് സെൽഫ് സറണ്ടർ ടു ഗോഡ്. അപ്പൊ ഇതിന്റെ ആളാരാണ്? രാമാനുജയാണ്. പ്രപത്തി മാർഗയുടെ ആള് രാമാനുജന്റെയാണ്. ഹി ഓപ്പോസിഡ് ദ മായാവാദം ഓഫ് ശങ്കര. ശങ്കരാചാര്യയുടെ മായാവാദത്തെ ആരും ഓപ്പോസ് ചെയ്യുന്നുണ്ട്? രാമാനുജം ഓപ്പോസ് ചെയ്യുന്നുണ്ട്. എന്താണ് ശങ്കരാചാര്യയുടെ മായാവാദം? ശങ്കരാചാര്യ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അദ്വൈത ഫിലോസഫിയിൽ
ഇൻഡിവിജ്വൽ സോൾ ആയിട്ടുള്ള ആത്മാവും യൂണിവേഴ്സൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ബ്രഹ്മാവും രണ്ടും ഒന്നാണ്. ഇൻ കേസ് അത് രണ്ടും രണ്ടാണെന്ന് ഒരു മനുഷ്യന് തോന്നുന്നുണ്ടെങ്കിൽ അത് മായാവാദ അല്ലെങ്കിൽ ഇല്യൂഷൻ കൊണ്ടാണ് എന്നുള്ളതാണ് ശങ്കരാചാര്യയുടെ അഭിപ്രായം. ഓക്കെ, സോ ഈ ഒരു മായാവാദ എന്നുള്ള ആ ഒരു തിയറി അല്ലെങ്കിൽ ഇല്യൂഷൻ തിയറിയെ ആര് ഓപ്പോസ് ചെയ്യുന്നുണ്ട്? രാമാനുജാചാര്യ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടു ഹിം ഗോഡ് ഈസ് സഗുണ ബ്രാഹ്മൺ. അപ്പൊ രാമാനുജാചാര്യ സംബന്ധിച്ച് ഗോഡ് എന്നുള്ളത് സഗുണ ബ്രാഹ്മണാണ്. എന്താണ് സഗുണ ബ്രാഹ്മണവും എന്താണ് നിർഗുണ ബ്രാഹ്മണം? ഭക്തി മൂവ്മെന്റിൽ തന്നെ രണ്ട് ടൈപ്സ് ഓഫ് ഭക്തി സെയിന്റുകളുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഗോഡ് യാതൊരു തരത്തിലുള്ള ആട്രിബ്യൂട്ട്സും ഫോമൊന്നും ഇല്ലാത്ത ആട്രിബ്യൂട്ട്സ് ഇല്ലാത്ത ഗോഡാണ്. അവർ നമ്മൾ നിർഗുണ ഭക്തി സെയിന്റുകൾ എന്ന് വിളിക്കും. കബീറൊക്കെ ഒരു നിർഗുണ ഭക്തി സെയിന്റ് ആണ്. ഓക്കെ, അപ്പൊ പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ച് അവർ സഗുണ ബ്രഹ്മ, അവർ ഗോഡ് വിത്ത് ആട്രിബ്യൂട്ട്സുകളൊക്കെ ഉള്ള ഗോഡിനെയാണ് ആരാധിക്കുന്നത്? രാമാനുജയെ പോലെയുള്ള സഗുണ ബ്രാഹ്മൺസ് ആരാധിക്കുന്നത്. ഓക്കെ, സോ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പൊ സഗുണ ബ്രാഹ്മൺസും നിർഗുണ ഭക്തിയും ഉണ്ട്, സഗുണ ഭക്തിയും നിർഗുണ ഭക്തിയും ഉണ്ട്. രാമാനുജയുടെ ബുക്കാണ് ശ്രീഭാഷ്യം. ശ്രീഭാഷ്യം വേദാന്ത സൂത്ര ബ്രഹ്മസൂത്രയുടെയൊക്കെയുള്ള കമന്ററിയാണ് ശ്രീഭാഷ്യം. ഗീതാഭാഷ്യ കമന്ററി ഭഗവത്ഗീതയുടെ മേലുള്ള കമന്ററിയാണ്. വേദാന്ത ദീപ എന്നുള്ളൊരു ബുക്ക് രാമാനുജന്റേതുണ്ട്. വേദാന്ത രസ എന്നുള്ളൊരു ബുക്കും രാമാനുജന്റേതുണ്ട്. ഓക്കെ, സോ ശ്രീഭാഷ്യ, ഗീതാഭാഷ്യ, വേദാന്ത ദീപ, വേദാന്ത രസ, ഇത്രയും ബുക്സുകൾ അത് രാമാനുജാചാര്യതാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, സോ ഹി ഓൾസോ ട്രൈഡ് ടു ലിങ്ക് വേദ വിത്ത് ഭക്തി. ഭക്തി മൂവ്മെന്റിനെ വേദിക് കൾച്ചർ അല്ലെങ്കിൽ വേദിക് നോളജ് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ശ്രമവും ആര് നടത്തിയിട്ടുണ്ട്? രാമാനുജ നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും ഫാക്ടുകൾ ഓർത്തിരിക്കാം. 11th സെഞ്ചുറിയിലെ സെയിന്റ് ആണെന്ന് പറഞ്ഞു. ഭക്തി മൂവ്മെന്റിന്റെ ഏർലിയസ്റ്റ് എക്സ്പോണന്റ് ആണ്. അപ്പൊ നമ്മള് ശ്രീ ശങ്കരാചാര്യ കഴിഞ്ഞ ഉടനെ പറയുന്നത് രാമാനുജന്റെ പേരാണ് ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത്. ശ്രീ ശങ്കരാചാര്യ 9th സെഞ്ചുറിയിലായിരുന്നു, രാമാനുജൻ 11th സെഞ്ചുറിയിൽ. ശ്രീരംഗത്താണ്, യമുന മുനിയാണ് ടീച്ചർ. വിശിഷ്ടാദ്വൈത സിദ്ധാന്ത മറക്കരുത്. ശ്രീ വൈഷ്ണവ സെക്ട് മറക്കരുത്. പ്രപത്തി മാർഗ ഇതിന് മുന്നേ തന്നെ ചോദിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ നമ്മളിവിടെ പ്രപത്തി മാർഗയുടെ സ്പെല്ലിംഗ് PRABHATT എന്നല്ല എഴുതിയിട്ടുള്ളത്, പ്രപട്ടി എന്നും കാണാം, PRAPATTI എന്നുള്ള രീതിയിലും കാണാം. രണ്ടും സെയിം ആണെന്നുള്ളത് ഓർക്കുക, കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ആ രീതിയിൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനു മുന്നേ ചോദിച്ചപ്പം രാമാനുജയുടെ ഈ ഒരു പ്രപട്ടി മാർഗയെ അവർ പ്രപട്ടി എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്, PRAPATI എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് രാമാനുജയെ ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖഞ്ചൈ സവായി. എന്താണ് ഖഞ്ചൈ സവായി എന്നുള്ളതാണ്. ഇറ്റ് വാസ് എ ഓപ്ഷൻ എ ലാർജ് ബാറ്ററി ടാങ്ക്, ഫോർട്ട്, ഷിപ്പ്, മാർക്കറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സവായി രാജ ജയ്സിംഗ്. എത്ര കണ്ണിങ് ആയിട്ടാണ് ഓപ്ഷൻസ് കൊടുത്തതെന്ന് അറിയാം. നമുക്കൊക്കെ എന്ത് ചെയ്യും, വേണമെങ്കിൽ തോന്നാം അത് ഓപ്ഷൻ ഡി ആണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചാം. എന്താണ് ഖഞ്ചൈ സവായി? ലാർജ് ബാറ്ററി ടാങ്ക് ആണോ, ഫോർട്ട് ആണോ, ഷിപ്പ് ആണോ, അല്ല മാർക്കറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സവായി രാജ ജയ്സിംഗ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്ക് എന്താണെന്ന്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ്, ഷിപ്പ് എന്നുള്ളതാണ്. മുഗൾസിന്റെ ഒരു ഷിപ്പായിരുന്നു ഗഞ്ചൈ സവായി എന്നുള്ളത്. ഓക്കെ, മുഗൾസിന്റെ ഒരു ഷിപ്പാണ് ഗഞ്ചൈ സവായി. The Ganjai Savai was one of the largest and richest ships in the Mughal fleet. മുഗൾ ഫ്ലീറ്റിൽ ഉണ്ടായിരുന്ന ലാർജസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് ഷിപ്പാണ്. ഓക്കെ, സോ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? 1695 ഇംഗ്ലീഷ് പേരേറ്റ് ആയിരുന്ന ഹെൻറി എവേറി എന്ന് പറയുന്ന ഒരാള് ഇത് ഇന്ത്യൻ ഓഷനിൽ വെച്ചിട്ട് ഈ ഒരു ഷിപ്പ് അറ്റാക്ക് ചെയ്യും, ലൂട്ട് ചെയ്യുകയും ചെയ്തു. മുഗൾസിന്റെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഷിപ്പായിരുന്നു ഗഞ്ചൈ സവായി എന്നുള്ളത്. ഈ ഒരു ഷിപ്പിനെ 1695 ഗഞ്ചൈ സവായി വാസ് അറ്റാക്ഡ് ആൻഡ് ലൂട്ടഡ് ബൈ ദ ഇൻഫേമസ് ഇംഗ്ലീഷ് പേരേറ്റ് ഹെൻറി എവേറി ഇൻ ഇന്ത്യൻ ഓഷൻ. അപ്പൊ ഈ ഷിപ്പ് എന്നുള്ളത് മക്കയിൽ നിന്ന് സൂറത്തിലേക്ക് വരികയായിരുന്നു. മക്കയിൽ നിന്ന് സൂറത്തിലേക്ക് തിരിച്ചു വരികയാണ്. മക്കയിലെ പിൽഗ്രിമേജസിനൊക്കെ എടുത്തിട്ട് ഒരു മക്കയിൽ തീർത്ഥാടനം ഹജ്ജ് യാത്രക്ക് പോയ ആൾക്കാരെടുത്ത് തിരിച്ച് സൂറത്തിലേക്ക് വരുന്ന വഴിയാണ്. സോ അവിടെ നിന്ന് എന്തുണ്ട്, ഷിപ്പിൽ നിറയെ ഗോൾഡും സിൽവറും പ്രഷ്യസ് ഗുഡ്സ് ഒക്കെ ഇവര് മക്കയിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഹെൻറി എവരഡി പെരേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലൂട്ടി എന്നുള്ളത് മുഗൾസിന് ഭയങ്കരമായിട്ടുള്ള ഒരു അടിയായിരുന്നു. അപ്പൊ ഈ ഗഞ്ചൈ സവായുടെ പ്ലണ്ടറിങ് ഇവർ തമ്മിൽ ഇംഗ്ലീഷ് മുഗൾ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ അത് ഡിക്ലൈൻ ചെയ്യിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് അവരുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, സോ അന്നത്തെ കാലത്തുള്ള മുഗൾ എംപറർ എന്നുള്ളത് ഔറംഗസേബ് ആണ്. ഔറംഗസേബ് എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും അതുപോലെ തന്നെ
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും ഈ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ട്. ലൈക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിട്ട് ഔറംഗസേബിനുണ്ടായിട്ടുള്ള ബന്ധവും ഈ ഒരു ഗഞ്ചൈ സവായിയുടെ അറ്റാക്കിന് ശേഷം സ്കാറ്റേഡ് ആവുന്നു. ഓക്കെ, ഇനി ഔറംഗസേബ് ഈവൻ ഓർഡർ ദ ക്ലോഷർ ഓഫ് ബ്രിട്ടീഷ് ട്രേഡിംഗ് പോസ്റ്റ്സ് ഇൻ ഇന്ത്യ ടെമ്പററി. അപ്പൊ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ട്രേഡിംഗ് പോസ്റ്റുകളൊക്കെ കുറച്ചു കാലത്തേക്ക് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓർഡറും ഔറംഗസേബ് നടത്തുന്നുണ്ട്, ഫോളോയിങ് ദ ഇൻസിഡന്റ് ഓഫ് ലൂട്ടിംഗ് ആൻഡ് അറ്റാക്കിംഗ് ഓഫ് ഗഞ്ചൈ സവായി എന്നുള്ളത്. ഓക്കെ, സോ അതാണ് ഗഞ്ചൈ സവായ്. ഗഞ്ചൈ സവായ് എന്താണ് ചോദിക്കുകയാണെങ്കിൽ അത് മുഗൾസിന്റെ കീഴിലുള്ള ഒരു ഷിപ്പാണ്. ഇറ്റ്സ് ദ ലാർജസ്റ്റ് ഷിപ്പായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അറ്റാക്ഡ് ആൻഡ് ലൂട്ടഡ് ബൈ ഹെൻറി എവേറി. 1695 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ഔറംഗസേബിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഔറംഗസേബിന് എന്തുണ്ടായിരുന്നു, ഔറംഗസേബിന് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ടുള്ള ഒരു ബന്ധം ഇത് എന്ത് ചെയ്തു, തകർത്തു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. തോമസ് കോരിയാറ്റ്, ജിയാൻ സാർഡിൻ, ഫ്രാൻസിസ്കോ പെൽസേറ്റ്, ന്യൂനീസ്. ട്രാവലേഴ്സ് ആണുള്ളത്. ഞാനതാ പറഞ്ഞത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ട്രാവലേഴ്സ് ബേസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ലിസ്റ്റ് 2 പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഡച്ച്, ഫ്രഞ്ച്. സോ ഓരോ ട്രാവലറും ഏത് കൺട്രിയിൽ നിന്നാണ് ഇന്ത്യ വിസിറ്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, ഐ വിൽ ഗിവ് യു 30 സെക്കൻഡ്സ്. ഒന്ന് പെട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഓക്കെ, കിട്ടിയോ? കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തോമസ് കോരിയാട്ട് ഈസ് ഫ്രം ഇംഗ്ലീഷ്. ജിയാൻ സാർഡിൻ ഈസ് ഫ്രം ഫ്രഞ്ച്. ഫ്രാൻസിസ്കോ പെൽസാറ്റ് ഈസ് ഫ്രം ഡച്ച് അല്ലെങ്കിൽ നെതർലാൻഡ്സ്. ഓക്കെ, യൂണിസ് ഈസ് ഫ്രം പോർച്ചുഗീസ്. സോ ദ കറക്റ്റ് ഓർഡർ വിൽ ബി A2 B4 C3 D1. A2 B4 C3 D1 എന്നുള്ളതാണ് ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഓക്കെ, A2 B4 C3 D1 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേർഡ് കമീൻ, മഹീൻ, കിർപാസ് ആൻഡ് ഖാന ചാപ്പ് ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്? സോ കമീൻ, മഹീൻ, കിർപാസ്, ഖാന ചാപ്പ് എന്നുള്ളതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ജ്വല്ലറി, ഓപ്ഷൻ എ ജ്വല്ലറി, ഓപ്ഷൻ ബി ഇൻഡിഗോ, ഓപ്ഷൻ സി ടെക്സ്റ്റൈൽസ്, ഓപ്ഷൻ ഡി ജൂട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? കിട്ടിയോ? കമീൻ, മഹീൻ, കിർപ്പാസ്, ഖാന ചാപ്പ് ഇതൊക്കെ എന്താണ്? ജ്വല്ലറി ആണോ, ഇൻഡിഗോ ആണോ, ടെക്സ്റ്റൈൽസ് ആണോ, ജൂട്ട് ആണോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ്, ടെക്സ്റ്റൈൽസ് ആണ് കേട്ടോ. അപ്പം ടെക്സ്റ്റൈൽസിന്റെ തന്നെ കോഴ്സ് വെറൈറ്റി ആണ് കമീൻ, അതിന്റെ ഒരു ഫൈൻ വെറൈറ്റി ആണ് മാഹിൻ എന്നുള്ളതൊക്കെ സതീഷ് ചന്ദ്രയുടെ ബുക്കിൽ പറയുന്നുണ്ട്. സോ അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ടെക്സ്റ്റൈൽസ്, ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ഇനി മെഡീവൽ കാലഘട്ടത്തിലെ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഇത് സതീഷ് ചന്ദ്രയുടെ ഒരു വർക്കിൽ നിന്നെടുത്താണ്. അവിടുത്തെ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിരുന്നു അവിടുത്തെ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി എന്നുള്ളത്. അത് മിഡീവൽ കാലഘട്ടത്തിൽ മാത്രമല്ല, ആൻഷ്യന്റ് കാലഘട്ടം മുതലേ ഇന്ത്യയിൽ ത്രൈവിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട്? കോട്ടൺ ക്ലോത്ത് ഉണ്ട്, വൂളൻ ക്ലോത്ത് ഉണ്ട്, സിൽക്ക് ഉണ്ട്. ഇതൊക്കെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കോട്ടൺ ക്ലോത്തിനെ തന്നെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോട്ടൺ ക്ലോത്ത് ഇറ്റ്സെൽഫ് കുഡ് ബി ഡിവൈഡ് ഇൻടു 2 കാറ്റഗറീസ്. ഏതാണത്? അതിന്റെ കോഴ്സ് വെറൈറ്റി, അത് അത്ര നല്ലതല്ലാത്തൊരു വെറൈറ്റി കമീൻ, ഫൈൻ വെറൈറ്റി മാഹിൻ. ഈ കമീനും മാഹിനും വന്നത് എവിടുന്നാന്ന് മനസ്സിലായല്ലോ? അത് കോട്ടൺ ക്ലോത്തിന്റെ രണ്ട് കാറ്റഗറീസ് ആണ്, അതിന്റെ രണ്ട് വെറൈറ്റീസ് ആണ്. അപ്പൊ കോഴ്സ് വെറൈറ്റി ആണ് കമീൻ, അതിന്റെ ഫൈൻ വെറൈറ്റി ആണ് മഹീൻ എന്നുള്ളത്. ഓക്കെ, സോ ദ കോഴ്സ് ക്ലോത്ത് ദ കമീൻ വിച്ച് വാസ് ഓൾസോ കാൾഡ് പാറ്റ്, അതിനെ പാറ്റ് എന്നും വിളിക്കാറുണ്ട്. അത് കൂടുതലായിട്ടും ആര് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്? ഇറ്റ് വാസ് വോൺ ബൈ ദ പുവർ ആൻഡ് ദ ഫക്കീസ്. ആ ഒരു കാലഘട്ടത്തിലെ പാവപ്പെട്ട പൈസ ഇല്ലാത്ത ജനങ്ങളാണ് ഈ ഒരു കോഴ്സ് വെറൈറ്റി ആയിട്ടുള്ള കമീൻ എന്നുള്ള കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അവരുടെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അത്, വില കുറഞ്ഞിട്ടുള്ള സാധനം. ഇറ്റ് വാസ് ഓഫൻ മാനുഫാക്ചർഡ് ഇൻ ഹൗസ് ഹോൾഡ്സ് ഇൻ ദ വില്ലേജസ്. വില്ലേജിലെ ഹൗസ് ഹോൾഡ്സിൽ അവർ ഒറ്റയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കോട്ടന്റെ ഈ വെറൈറ്റി അവർ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വാസ് ഓൾസോ പ്രൊഡ്യൂസ് ഇൻ സം റീജൻ സച്ച് ആസ് അവധ് ഫ്രം വിച്ച് ഇറ്റ് വാസ് ഇമ്പോർട്ടഡ് ഇൻ ടു ഡൽഹി. ഇനി ഇവർക്ക് വേണ്ട മുഴുവൻ അല്ലെങ്കിൽ ഡൽഹിയിലേക്കുള്ള പർപ്പസിനുള്ള മുഴുവൻ കമീൻ ക്ലോത്തുകളും ഡൽഹിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തെറ്റാണ്. അവധിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവധിൽ നിന്ന് അത് ഡൽഹിയിലേക്ക് ഇമ്പോർട്ട് ചെയ്തതായിട്ടുള്ളതിന്റെ എവിഡൻസ് സതീഷ് ചന്ദ്ര നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, ഇനി കോട്ടൺ ക്ലോത്തിൽ തന്നെ
കുറച്ചും കൂടി സുപ്പീരിയർ ക്വാളിറ്റിയുള്ള ക്ലോത്തുകളാണ് കാലിക്കോ എന്ന് വിളിക്കാറുള്ളത്. അതിനാണ് കിർപ്പാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കമീനായി, മഹീനായി, കിർപ്പാസ് ആയി. സോ കോട്ടൺ ക്ലോത്ത് ഓഫ് എ ലിറ്റിൽ സുപ്പീരിയർ ക്വാളിറ്റി വാസ് കോൾഡ് കാലിക്കോ അല്ലെങ്കിൽ കിർപ്പാസ് ആൻഡ് വാസ് വൈഡ്ലി യൂസ്ഡ്. ആ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ എന്താണ് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്ലോത്ത് ആണ് ഈ ഒരു കിർപ്പാസ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ കോട്ടൺ ഇൻഡസ്ട്രി, കോട്ടൺ ക്ലോത്ത് രണ്ട് കാറ്റഗറി നമ്മൾ ആദ്യം പറഞ്ഞു. കമീൻ എന്നുള്ള കോഴ്സ് വെറൈറ്റി, മഹീൻ എന്നുള്ള ഫൈൻ വെറൈറ്റി. അതിൽ കോഴ്സ് വെറൈറ്റി പുവറും ഫക്കീർസ്. ഫക്കീർ മീൻസ് ആ ഒരു പോവർട്ടിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ഫക്കീറുകൾ എന്ന് പറയാനുള്ളത്. അത് അറബിക് ടേം ആണ്. ഡൽഹിയിൽ നിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. ഡൽഹിയിൽ ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഡൽഹിയിലേക്ക് അവധിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു ടൈപ്പ് കോട്ടൺ ക്ലോത്ത് ആണ് എന്ത് കാലിക്കോ അല്ലെങ്കിൽ കിർപ്പാസ് എന്നുള്ളത്. സുപ്പീരിയർ ക്വാളിറ്റി ആണ്. ഇനി ക്ലോത്ത് ഓഫ് ഫൈൻ വെറൈറ്റി. ഈ ഫൈൻ വെറൈറ്റി അഥവാ മഹീൻ എന്ന കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ക്ലോത്തുകളാണ് മുസ്ലിം അഥവാ മുസ്ലിം ക്ലോത്ത് എന്നുള്ളത്. അതായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ളത്. അത് സിൽഹറ്റിൽ നിന്നും ബംഗാളിലെ ധാക്കയിൽ നിന്നും ഡെക്കാനിൽ ദേവഗിരിയിൽ നിന്നും ഈ ഒരു മുസ്ലിം ക്ലോത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഭയങ്കര ഫൈൻ ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നോബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു മുസ്ലിം ക്ലോത്തുകൾ ഉപയോഗിക്കാറുള്ളൂ. And Gujarat also produced many variety of fine cotton stuff. ഗുജറാത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഫൈൻ കോട്ടന്റെ സ്റ്റഫുകൾ ഗുജറാത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ദുരാത്ത് ബർബോസ. ആരായിരുന്നു ബർബോസ എന്നുള്ളത്? പോർച്ചുഗീസ് ട്രാവലർ ആയിരുന്നു. ഹു വിസിറ്റഡ് ദ ഇന്ത്യ ഡ്യൂറിംഗ് ദ 16th സെഞ്ചുറിയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വിജയനഗര വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് കൃഷ്ണദേവരായ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ദുരാത്ത് ബർബോസ നമ്മളോട് പറയുന്നത് ക്യാമ്പെ എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിലെ കോസ് കോട്ടൺ ക്ലോത്തും അതുപോലെ ബാക്കിയുള്ള ചീപ്പ് വെറൈറ്റീസ് ഓഫ് ക്ലോത്തും പ്രൊഡ്യൂസ് ചെയ്ത മേജർ സെന്റർ ആണ് ക്യാമ്പെ എന്നൊരു ഇൻഫർമേഷൻ ബർബോസ് തരുന്നുണ്ട്. ഓക്കെ, സോ ബർബോസ ടെൽസ് us that Cambe was a center for the manufacture of all kinds of finer and coarse cotton cloth, beside other cheap varieties of velvet, satins, taffetas, thick carpets. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ക്യാമ്പയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി വേരിയസ് വെറൈറ്റീസ് ഓഫ് ക്ലോത്ത് വാസ് ബോത്ത് പെയിന്റഡ് ആൻഡ് പ്രിന്റഡ് ബൈ യൂസിങ് ബ്ലോക്സ് ഓഫ് വുഡ്. വേരിയസ് വെറൈറ്റീസ് ഓഫ് ക്ലോത്ത് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പെയിന്റ് ചെയ്തിട്ടും പ്രിന്റ് ചെയ്തിട്ടൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വുഡൊക്കെ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തിട്ട്. അങ്ങനെ 14th സെഞ്ചുറിയിലെ സൂഫി ഹിന്ദി പോയറ്റ് ആയിരുന്ന മുല്ലാദോദ് എന്ത് പറയുന്നുണ്ട്? ഖാൻഡ് ചാപ്പിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ ഖണ്ഡ് ചാപ്പ് എന്താണ്? അതും ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ്. പ്രിന്റഡ് ക്ലോത്ത് ആണ് ഖണ്ഡ് ചാപ്പ് എന്നത്. ടേം നിങ്ങൾ ഓർക്കണം കേട്ടോ. എന്താണ് ഖണ്ഡ് ചാപ്പ് എന്നുള്ളത്? നെക്സ്റ്റ് എക്സാമിൽ ചോദിക്കുകയാണെങ്കിൽ അത് പ്രിന്റഡ് ക്ലോത്ത് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇത് ഇഗ്നോർ ടെക്സ്റ്റുകളിൽ അന്നത്തെ കാലത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ പറ്റി പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം, കാരണം ഈ രീതിയിലെ ക്വസ്റ്റ്യൻസും എനിക്ക് ചോദിക്കാറുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് ചർക്ക അല്ലെങ്കിൽ സ്പിന്നിങ് വീൽ. പിഞ്ചാന. എന്താണ് പിഞ്ചാന? കോട്ടൺ കാഡേഴ്സ് ബോ ആണ് പിഞ്ചാന. അവരുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു തുന്നലിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് പിഞ്ചാന എന്നുള്ളത്. ഇത് രണ്ടും ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡൽഹി സൽത്തനേറ്റിന്റെ കാലഘട്ടത്തിൽ ഇതിന്റെ ഇന്ത്യയിലുള്ള യൂസ് വളരെ കൂടുകയും അത് കോട്ടൺ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡൽഹി സൽത്തനേറ്റ് ഇത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി കോട്ടൺ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഇൻക്രീസ് ആവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓഫ് ചർക്ക ആൻഡ് പിഞ്ചാന. ഇൻട്രൊഡക്ഷൻ ഓഫ് ചർക്ക അതുപോലെ തന്നെ പിഞ്ചാന. കോട്ടൺ കാഡേഴ്സ് ബോ എന്ന് പറഞ്ഞു. ഏത് കാലഘട്ടത്തിൽ? സൽത്തനേറ്റിന്റെ പീരീഡിൽ. അത് എന്തിലേക്ക് നയിച്ചു? കോട്ടൺ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷന്റെ ഷാർപ്പ് ഇൻക്രീസിലേക്ക് അത് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മുസ്ലിം. എന്തായിരുന്നു മുസ്ലിം? മഹീൻ എന്നുള്ള ഒരു ഫൈൻ വെറൈറ്റി ക്ലോത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. ആൻഡ് ഇറ്റ് വാസ് യൂസ്ഡ് ബൈ നോബിൾസ് ആൻഡ് വെരി റിച്ച് പേഴ്സൺ. ആ ഒരു കാലഘട്ടത്തിലെ നോബിൾസും വളരെ പൈസക്കാരും മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് മസ്ലിൻ എന്നുള്ളത്. ഈ മസ്ലിൻ ക്ലോത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ബംഗാൾ ധാക്കയിലൊക്കെ വലിയ രീതിയിൽ മസ്ലിൻ ക്ലോത്തുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കൈംഖാനി എന്ന് പറയുന്ന മറ്റൊരു ക്ലോത്ത്. കൈംഖാനി എന്താണ്? ഇറ്റ് വാസ് എ ഫൈൻ വെറൈറ്റി ഓഫ് മസ്ലിൻ. ഈ മസ്ലിന്റെ വേറൊരു വെറൈറ്റിയാണ് കൈംഖാനി എന്നത്. അപ്പൊ കൈംഖാനി എന്ന ടേം എന്താണ് ചോദിക്കുകയാണെങ്കിൽ അതും ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഈ കൈംഖാനി ക്ലോത്ത് ആണ് കൂടുതലായിട്ടും മുഗൾസും ബാക്കിയുള്ള എലൈറ്റ്സ് ക്ലാസ്സുകളും അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൈംഖാനി ക്ലോത്തുകളാണ് മുഗൾസും എലൈറ്റ് ക്ലാസ്സുകളും അന്ന് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഡൽഹി, ആഗ്ര ആൻഡ് പട്ന. ഇത് മൂന്നും എന്തിന് ഫേമസ് ആണ്? ചിൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിന് ഫേമസ് ആണ്. ഡൽഹി, ആഗ്ര ആൻഡ് പാട്ന വർ ഫേമസ് ഫോർ ഇറ്റ്സ് ചിൻസ്.
നാഗപട്ടണം ഈസ് ഫേമസ് ഫോർ കാലിക്കോ ആൻഡ് ചിൻസ്. നാഗപട്ടണം കാലിക്കോ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കിർപ്പ എന്ന് പറയുന്ന ഒരു ഫൈൻ വെറൈറ്റി ക്ലോത്ത് തന്നെയായിരുന്നു കാലിക്കോയും. സോ അതും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നാഗപട്ടണത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് ബഫ്ത എന്നൊരു ടേം ഉണ്ട്. ബഫ്ത എന്നൊരു ടേമും അതും കോട്ടൺ ക്ലോത്തിനുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. ബഫ്ത എന്നുള്ളത് ഹൈ ക്വാളിറ്റി കാലിക്കോ. നമ്മൾ ഈ പറയപ്പെട്ട കാലിക്കോ അല്ലെങ്കിൽ കിർപ്പാസിന്റെ ഹൈ ക്വാളിറ്റി ക്ലോത്തിന് പറയുന്ന പേരാണ് ബഫ്ത എന്നുള്ളത്. ഇത് ഓരോ ടേം പറയുന്നത് നെക്സ്റ്റ് എക്സാമിൽ വാട്ട് ഈസ് ബഫ്ത അല്ലെങ്കിൽ ബഫ്ത ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ മിസ്സാവരുതെന്ന് കരുതിയിട്ടാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ബഫ്തയും എന്താണ്, ഹൈ ക്വാളിറ്റി കാലിക്കോയാണ്. ഓക്കെ, ഇനി certain varieties of clothes came to be known after the weaving community. ചില ക്ലോത്തുകളുടെ പേര് ആ ഒരു ഏത് കമ്മ്യൂണിറ്റി ആണോ അത് വീവ് ചെയ്തിട്ടുള്ളത് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ഒരു ക്ലോത്താണ് ജദാര. ജദാര സിൽക്ക് ആണ് കേട്ടോ. അപ്പൊ ജദാര എന്നുള്ളത് സിൽക്ക് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ പാവങ്ങൾ ഉപയോഗിച്ചിരുന്ന ക്ലോത്ത് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു കമീൻ എന്നുള്ള കോഴ്സ് വെറൈറ്റി പാവങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു എന്ന് പറഞ്ഞു. ഫൈനർ വെറൈറ്റിയാണ് മഹി, അത് എലൈറ്റ്സ് ക്ലാസ്സുകളായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ജിസ്, കൊയില, മഷ്റൂം ഇതൊക്കെ എന്താണ്, കോട്ടന്റെയും സിൽക്കിന്റെയും മിക്സ്ഡ് ക്ലോത്ത് ആണ്. കോട്ടണും സിൽക്കും മിക്സ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ജിസും കൊയിലയും മഷ്റൂം. ഇതൊക്കെ ഡൽഹിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഡിഡ് ശിവജി ഹാസ് ഹിസ് മിന്റ് അറ്റ്? സോ താഴെ പറഞ്ഞിരിക്കുന്ന ഏത് സ്ഥലത്താണ് ശിവജിയുടെ മിന്റ് ഉണ്ടായിരുന്നത് എന്നത്? ഓപ്ഷൻ എ രത്നാഗിരി, ബി റായ്ഗഡ്, സി പൂണ, ഡി കൊങ്കൺ. ശിവജിയുടെ കോയിൻ മിന്റ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പൊ കമ്പാരിറ്റീവ്ലി ശിവജിയുടെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ഈ ഒരു എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ? കറക്റ്റ് ആൻസർ ഏതാണ്? എനിബഡി? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ബി റായ്ഗഡ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് പരമര റൂളേഴ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദെയർ റൂൾ. അതായത് ഈ പരമര റൂളേഴ്സ് ഇവരെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെ ഉണ്ട്? സിയാഗ, ഹർഷ. അദ്ദേഹത്തിന് രണ്ട് പേരുണ്ട്, രണ്ടല്ല ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട്, എങ്കിലും സിയാഗ, ഹർഷ എന്നുള്ളത് ഓർക്കുക. സിന്ധുരാജ, കൃഷ്ണരാജ, വാഗ്പതി മുഞ്ച, ഭോജ. ഇവരെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോവാത്തൊരു ഡൈനാസ്റ്റിക് ആയിരിക്കും പരമരാസം എന്നുള്ളത്, പക്ഷെ ഇതാണ് എനിക്കൊരു ഒരു നാച്ചർ എന്നുള്ളത്. നമ്മൾ അധികം റെലവെന്റ് എല്ലാം ചിന്തിക്കുന്നിടത്തുനിന്നൊക്കെ എന്ത് ചെയ്യും, അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, കിട്ടിയോ? ഏതാണ് ആദ്യം വരിക? ആദ്യം വരിക കൃഷ്ണരാജയാണ്. അദ്ദേഹമാണ് പരമരാസിന്റെ ഫൗണ്ടർ ആയിട്ട് പറയപ്പെടുന്നത്. നെക്സ്റ്റ് സിയാഗ ഹർഷയാണ്. പിന്നെ വരിക സിന്ധുരാജ. അപ്പൊ ആദ്യം സി വരും, പിന്നെ എ വരും, പിന്നെ ബി വരും, പിന്നെ വരുന്നത് വാഗ്പതി മുഞ്ചയാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ അവസാനത്തെ പരമ്പര റൂളാണ് ഭോജ എന്നുള്ളത്. അപ്പൊ കറക്റ്റ് ഓർഡർ വിൽ ബി കൃഷ്ണരാജ വിൽ ബി ഫസ്റ്റ്, സി, സിയാഗ ഹർഷ ഇസ് നെക്സ്റ്റ്, എ, സിന്ധുരാജ ഇസ് തേർഡ്, ബി, വാഗ്പതി ഇസ് ഫോർത്ത്, ഡി, ഇ. അപ്പൊ സി, എ, ബി, ഡി, ഇ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ഓർഡർ എന്നുള്ളത്. ഓക്കെ, പരമരാസിന്റെ റൂളേഴ്സിന്റെ ക്രോണോളജി ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്നുള്ളത് എ ബി ഡി സി ഇ, ബി എ ഡി സി ഇ, സി എ ഡി ബി ഇ, ബി ഡി സി എ. അപ്പൊ സി എ ഡി ബി ഇ എന്നുള്ളതാണ്, സോറി, സി എ ബി ഡി ഇ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ രജ്പുട്ട് പൊളിറ്റിക്കൽ പവർ ആണ് പരമരാസ് എന്നുള്ളത്. ദ എമേർജ്ഡ് ഇൻ ദ റീജിയൻ ഓഫ് ഗുജറാത്ത്, മൽവ ആൻഡ് സദേൺ രജ്പുട്ടാന ഔട്ട് ഓഫ് ദ ബിറ്റർ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ഗുർജര പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂടാസ്. ഇപ്പൊ ഈ രജ്പുട്ട് പൊളിറ്റിക്കൽ പവർ ആണ് ആര്? പരമരാസ് എന്നത്. പരമരാസ് ഒരു രജ്പുട്ട് ലീനേജിൽ വരുന്ന ഒരു ഡൈനാസ്റ്റി ആണ്. അവർ ഗുജറാത്ത്, മൽവ, സദേൺ രജ്പുട്ടാന ഏരിയയിലാണ് അവർ വന്നിട്ടുള്ളത്. ആൻഡ് ദേ എമേർജ്ഡ് ഔട്ട് ഓഫ് ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ഗുർജര പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂടാസ്. ഗുർജര പ്രതിഹാരാസും രാഷ്ട്രകൂടാസും തമ്മിലുള്ള ആ ഒരു സ്ട്രഗിളിന്റെ റിസൾട്ട്, ഇവർ രണ്ടുപേരും കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, പരമരാസ് അവിടെ എമേർജ് ചെയ്ത് വന്നു എന്നുള്ളതാണ്.
ഓക്കെ. ഇനി പരമരാസിന്റെ ഒരു ടെറിട്ടറി ചോദിക്കുകയാണെങ്കിൽ പരമരാസ് ഓഫ് മൽവ അവരെവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്നു? മൽവയും അതുപോലെ തന്നെ മൽവക്ക് അടുത്തുള്ള അഡ്ജോയിനിങ് ഡിസ്ട്രിക്റ്റുകളായിരുന്നു അവർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ദ പ്രിൻസിപ്പൽ ഏരിയാസ് ഓഫ് ഇൻഫ്ലുവൻസ്, പരമരാസിന്റെ ഒരു പ്രിൻസിപ്പൽ ഏരിയാസ് ഓഫ് ഇൻഫ്ലുവൻസ് എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉജ്ജയിൻ, ധാർ, ഭിൽസ, ഭോജ്പൂർ, ഷേർഗഡ്, ഉദയ്പൂർ, മണ്ടു, ധേബൽപൂർ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു പരമരാസിന്റെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ആരൊക്കെയാണ് റൂളേഴ്സ്? നമ്മൾ പറഞ്ഞു കൃഷ്ണരാജയാണ് ഫൗണ്ടർ എന്നുള്ളത്. ഇപ്പൊ കൃഷ്ണരാജയുടെ ഒറിജിനൽ നെയിം ഉപേന്ദ്ര എന്നുള്ളതാണ്. ഇപ്പൊ റൂളേഴ്സിൽ നമ്മൾ ആദ്യം പറയേണ്ടത് ഉപേന്ദ്രയാണ്. ഉപേന്ദ്ര അല്ലെങ്കിൽ കൃഷ്ണരാജയാണ് പരമരാസ് ഓഫ് മൽവയുടെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഉപേന്ദ്ര ഓർ കൃഷ്ണരാജ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഫൗണ്ടിങ് ദ ഡൈനാസ്റ്റി പോസിബിളി ഇൻ ദ ഏർലി 9th century ഇനീഷ്യലി ആസ് വെസൽസ് ഓഫ് ദ രാഷ്ട്രകൂടാസ. അപ്പൊ ഉപേന്ദ്ര അല്ലെങ്കിൽ കൃഷ്ണരാജയാണ് ഈ ഒരു പരമട ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ, മൽവ ബേസ് ചെയ്തിട്ടുള്ള ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. ഏത് കാലഘട്ടത്തിലാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? 9ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇവർ ഏർലിയർ രാഷ്ട്രകുടാസിന്റെ വസൽസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ രാഷ്ട്രകുടാസ് നിരന്തരമായിട്ട് ഗുർജര പ്രതിഹാരായിട്ടുള്ള ഒരു സ്ട്രഗിളിന്റെ എൻഗേജ് ആയ സമയത്ത് പരമരാസ് എന്ത് ചെയ്തു? ഇൻഡിപെൻഡന്റ് ആയി എന്നുള്ളതാണ്. പിന്നീട് അവിടെ വരുന്ന റൂളാണ് സിയാഗ അല്ലെങ്കിൽ ഹർഷ എന്നുള്ളതാണ്. സിയാഗ ഹർഷ എന്ന് കൊടുത്തിട്ടുള്ളത്. രണ്ട് പേര് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മരിക്കുന്നത് 948 CE മുതൽ 974 CE വരെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഭരണ കാലഘട്ടം എന്നുള്ളത്. ഓക്കെ, 948 CE to 974 CE. His reign started in 948 CE and continued till 974 CE എന്നുള്ളത്. ഇദ്ദേഹത്തിന് ഹർഷ എന്നൊരു ടൈറ്റിലും ഉണ്ട്. ആൻഡ് ഹി ഈസ് നോൺ ഫോർ ഡിഫീറ്റിംഗ് ദ രാഷ്ട്രകൂട റൂളർ, രാഷ്ട്രകൂടയുടെ കിങ് ആയിട്ടുള്ള ഖോത്തികയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ആണെങ്കിൽ എക്സാമിൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആയി ചോദിക്കാം. ഇപ്പൊ പരമര റൂളർ സിയാഗ അല്ലെങ്കിൽ ഹർഷ ഡിഫീറ്റഡ് രാഷ്ട്രകൂട കിങ് ഖോത്തിക എന്നുള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കുക, അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഖോത്തികനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കാലിഘട്ടിലാണ്, നർമ്മദ റിവറിന്റെ ബാങ്കിൽ വെച്ചിട്ടാണ്. എന്നെ ഈ ഒരു പരാജയപ്പെടുത്തി രാഷ്ട്രകൂട കിങ് ആയിട്ടുള്ള ഖോത്തികയെ പരാജയപ്പെടുത്തിയ ശേഷം അദ്ദേഹം രാഷ്ട്രകൂടാസിന്റെ ക്യാപിറ്റൽ ആയിരുന്ന മാന്യഖേദ എന്ത് ചെയ്തിട്ടുണ്ട്? സാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പവർഫുൾ ആയിട്ടുള്ള റൂളറാണ് ആര്? സിയാഗ ഹർഷ എന്നുള്ളത്. ഓക്കെ, ഇനി ഹി എസ്റ്റാബ്ലിഷ്ഡ് പരമരാസ് ആസ് എ സോവറിൻ പവർ. അപ്പൊ ഉപേന്ദ്ര അല്ലെങ്കിൽ കൃഷ്ണരാജയാണ് പരമരാസ് ഓഫ് മൽവയുടെ ഫൗണ്ടർ എങ്കിൽ പോലും പരമരാസിനെ ഒരു സോവറിൻ പവർ ആയിട്ട് മാറ്റുന്നത്, ആ ഒരു രീതിയിലേക്ക് പരമരാസിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് സിയാഗ ഹർഷയാണ്. ഓക്കെ, സോ അദ്ദേഹത്തിനെ പറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് രാഷ്ട്രകൂട കിങ് ആയിട്ടുള്ള ഖോത്തികയെ പരാജയപ്പെടുത്തുകയും രാഷ്ട്രകൂടാസിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള മാന്യഖേദ സാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്ന പരമരാസിലെ റൂളറാണ് സിയാഗ. നെക്സ്റ്റ് ആണ് മുഞ്ച എന്നുള്ളത്. വാഗ്പതി രാജ സെക്കൻഡ്. വാഗ്പതി രാജ മുഞ്ച എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. രണ്ട് ടൈറ്റിൽ ഉണ്ട്. ഓക്കെ, അദ്ദേഹമാണ് സിയാഗക്ക് ശേഷം പിന്നീട് ഭരിക്കുന്നത്. 972 to 990 CE കാലഘട്ടം വരെയാണ് വാഗ്പതി രാജയുടെ കാലഘട്ടം എന്നുള്ളത്. ഈ ഒരു സമയത്ത് എന്താണ് പരമരാസ് ഓഫ് മൽവാസ് പല ഡൈനാസ്റ്റിയെയും പരാജയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് വിജയങ്ങൾ പരമരാസ് ഓഫ് മൽവാസിന് ലഭിച്ച ഒരു ഭരണ കാലഘട്ടമാണ് വാഗ്പതി രാജയുടെ ഭരണകാലഘട്ടം എന്നുള്ളത്. വാഗ്പതി രാജ സെക്കൻഡിന്റെ കാലഘട്ടം. സോ ദ ഡൈനാസ്റ്റീസ് ഓഫ് ന്യൂമറസ് മിലിറ്ററി വിക്ടറീസ് എഗനിസ്റ്റ് ആരൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്? ഖാലാചൂരീസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഹുൺസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഗുഹിലാസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, നഡുലാസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ എത്രത്തോളം മിലിറ്ററി വിക്ടറീസ് ആര് നേടിയെടുത്തിട്ടുണ്ട്? വാഗ്പതി രാജ നേടിയെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത് തൈലാപ്പ സെക്കൻഡ് ആണ്. ഓക്കെ, തൈലാപ്പ സെക്കൻഡ് എന്നുള്ളത് വെസ്റ്റേൺ ചാലുക്യ റൂളർ ആണ്. അങ്ങനെ പരമരാസിന്റെ ഒരു സദേൺ ടെറിറ്ററി പരമരാസ് ചാലുക്യക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവൻച്വലി ഹി വാസ് ലോസ്റ്റ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് തൈലപ്പ സെക്കൻഡ്. അദ്ദേഹം ആരായിരുന്നു? വെസ്റ്റേൺ ചാലുക്യാസിന്റെ റൂളർ ആയിരുന്നു. അങ്ങനെ പരമരാസിന്റെ സദേൺ ടെറിറ്ററി നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി മുഞ്ച അല്ലെങ്കിൽ വാഗ്പതി രാജ സെക്കൻഡ് ഈസ് ക്രെഡിറ്റഡ് ആസ് ബീങ് എ ഗ്രേറ്റ് പോയറ്റ്. അദ്ദേഹം ഒരു വലിയൊരു കവി കൂടിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആർട്ടിലും കൾച്ചറിലൊക്കെ വളരെ താല്പര്യമുണ്ട്. ആൻഡ് ഹി വാസ് ഓൾസോ നോൺ ബൈ വേരിയസ് ഏരിയാസ് സച്ച് ആസ് അമോഘവർഷ, പൃഥ്വിവല്ലഭ, ശ്രീവല്ലഭ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സിന്ധുരാജ എന്നുള്ള റൂളർ. 990 CE to 1010 CE വരെയാണ് സിന്ധുരാജ ഭരിക്കുന്നത്. മുഞ്ച അല്ലെങ്കിൽ വാഗ്പതി രാജയുടെ ബ്രദർ ആണ് സിന്ധുരാജ എന്നുള്ളത്.
അങ്ങനെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ തൈലാപ്പ സെക്കൻഡ് നമ്മുടെ അല്ലെങ്കിൽ വാഗ്പതി രാജ സെക്കൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വെസ്റ്റേൺ ചാലുക്യാസിന്റെക്ക് എന്ത് പോയിട്ടുണ്ട്, പരമരാസിന്റെ അല്ലെങ്കിൽ പരമരാസ് ഓഫ് മൽവാസിന്റെ സദേൺ ടെറിറ്ററി പോയിട്ടുണ്ട്. ഈ പോയ ടെറിറ്ററികളൊക്കെ പിന്നീട് തിരിച്ചു പിടിക്കുന്നത് സിന്ധുരാജയാണ്. ഓക്കെ, പിന്നെ വീണ്ടും ഇവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഹൺസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ എ ബാറ്റിൽ ഹി ഓൾസോ ഡിഫീറ്റഡ് എ ഹുണ ചീഫ് ദ സോമവംശി ഓഫ് സൗത്ത് കോശല, ഷിലഹാരാസ് ഓഫ് കൊങ്കണ ആൻഡ് ദ റൂളർ ഓഫ് ലത. അപ്പൊ ഇവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മിലിറ്ററി വിക്ടറീസിന് വിറ്റ്നസ് ആയിട്ടുള്ള റൂളറാണ് സിന്ധുരാജയും. അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയാണ് നവസഹസംഘ ചരിത എന്നുള്ളത്. പീരിയഡിൽ തന്നെ പഠിച്ചു വെക്കാം. നവസഹസംഘ ചരിത ഏത് റൂളറിന്റെ ബയോഗ്രഫിയാണ്? അത് പരമരാസ് ഓഫ് മൽവാസിലെ സിന്ധുരാജയുടെ ബയോഗ്രഫിയാണ് നവസഹസംഘ ചരിത. ആരാണ് എഴുതിയിട്ടുള്ളത്? പത്മഗുപ്തയാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കോർട്ട് പോയിറ്റ് ആയിരുന്ന പത്മഗുപ്ത എഴുതിയ ബയോഗ്രഫിയാണ് നവസഹസംഘ ചരിത എന്നുള്ളത്. നവസഹസംഘ ചരിത ഓദർ പത്മഗുപ്തയാണെന്നുള്ളത് ആദ്യം അറിയാം. അത് സിന്ധുരാജ എന്നുള്ള പരമര കിങ്ങിന്റെ ബയോഗ്രഫിയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഭോജ. ഭോജമാണ് ഈ ഒരു പരമരാസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ എന്നുള്ളത്. അപ്പൊ ഹീ റൂൾഡ് ചിത്തോർ ഇൻ ദ നോർത്ത് ടു അപ്പർ കൊങ്കൺ ഇൻ ദ സൗത്ത്. അപ്പൊ അത്രയും വലിയ ടെറിറ്ററി ആരെങ്കിലും ഉണ്ടായിരുന്നു? ഭോജയുടെ കീഴിൽ ഉണ്ടായിരുന്നു. ചിത്തൂർ മുതൽ അപ്പർ കൊങ്കൺ ഇൻ ദ സൗത്ത് വരെ, സബർമതി റിവർ ഇൻ ദ വെസ്റ്റ് ടു വിദിഷ ഇൻ ദ ഈസ്റ്റ്. 1010 CE മുതൽ 1055 CE വരെ, ഫ്രം 1010 CE ടു 1055 CE നിന്നാണ് ഒരു ലോങ് 45 years ഭരിച്ചിട്ടുള്ള പരമര റൂളറാണ് ഭോജ എന്നുള്ളത്. അപ്പൊ ഭോജയെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഭോജയുടെ ഒരു ആർട്ട് കൾച്ചറൽ നോളജിലൊക്കെ പാട്രണൈസ് ചെയ്തതാണ്. എനിവേ ഹി റൂൾഡ് ചിത്തൂർ ഇൻ ദ നോർത്ത് ടു അപ്പർ കൊങ്കൺ ഇൻ ദ സൗത്ത് ആൻഡ് ഫ്രം ദ സബർമതി റിവർ ഇൻ ദ വെസ്റ്റ് ടു വിദിഷ ഇൻ ദ ഈസ്റ്റ് ഫ്രം 1010 CE ടു 1055 CE. ഇനി അദ്ദേഹം ആർട്സും ലിറ്ററേച്ചറും സയൻസ് ഒക്കെ നല്ല രീതിയിൽ പാട്രണൈസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ബീങ് എ പാട്രൺ ഓഫ് ദ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് സയൻസ്, ഭോജ ഈസ് ക്രെഡിറ്റഡ് വിത്ത് കൺസ്ട്രക്ടിംഗ് ദ ഭോജേശ്വർ ടെമ്പിൾ. ഭോജേശ്വർ ടെമ്പിൾ ഇന്നത്തെ മധ്യപ്രദേശിലാണുള്ളത്. ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഭോജയാണ്. അതുപോലെ തന്നെ ഭോജശാല എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് സ്റ്റഡി സെന്റർ ധാറിൽ ആര് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്? ഭോജ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹി വാസ് എ പാറ്റേൺ ഓഫ് ആർട്സ്, ലിറ്ററേച്ചർ, സയൻസ്. അദ്ദേഹത്തിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ഷൻ ആണ്. ഒന്ന് ഭോജേശ്വർ ടെമ്പിൾ മധ്യപ്രദേശ്, മറ്റൊന്ന് ഭോജശാല എന്നുള്ള ഒരു സാൻസ്ക്രിറ്റ് സ്റ്റഡി സെന്റർ, അത് ധാറിൽ. അദ്ദേഹത്തിന് ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ട്. ഹി ഓൾസോ പബ്ലിഷ്ഡ് വേരിയസ് പീസസ് ഓഫ് ലിറ്ററേച്ചർ. ഏതൊക്കെയാണ്? ആയുർവേദ സംഗ്രഹ എന്നൊരു വർക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എ മേജർ കമന്റ് ഓൺ യോഗസൂത്ര. യോഗസൂത്രയുടെ മേൽ ഭോജ എഴുതിയൊരു കമന്ററിയാണ് ആയുർവേദ സംഗ്രഹ എന്നുള്ളത്. ഇനിയാണ് രസരാജ മൃഗങ്ക എന്നുള്ളത്. രസരാജ മൃഗങ്ക എന്നുള്ളത് അത് എ ട്രീറ്റീസ് ഓൺ കെമിസ്ട്രി ആൻഡ് ഡ്രഗ്സ്. ഓറുകളെ പറ്റി, മെറ്റാലിക് ഓർസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഓറുകളെ പറ്റിയും ഡ്രഗ്സുകളൊക്കെ പറ്റി പറയുന്നതാണ് രസരാജ മൃഗങ്ക എന്നുള്ളത്. ഓക്കെ, എ ട്രീറ്റീസ് ഓൺ കെമിസ്ട്രി ആൻഡ് ഡ്രഗ്സ്. നെക്സ്റ്റ് ആണ് സാമരംഗന സൂത്രധാര എന്നുള്ളത്. അത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ മേലുള്ള ട്രീറ്റീസ് ആണ്. നെക്സ്റ്റ് ആണ് തത്വപ്രകാശ എന്നുള്ളത് എ ട്രീറ്റീസ് ഓൺ താന്ത്രാസ്. താന്ത്രാസിന്റെ മേലുള്ള ട്രീറ്റീസ് ആണ്. ഇപ്പൊ ഏതൊക്കെയാണുള്ളത്? ഭോജയുടെ ലിറ്റററി പബ്ലിക്കേഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ആയുർവേദ സംഗ്രഹ. ഇറ്റ്സ് എ മേജർ കമന്ററി ഓൺ യോഗസൂത്ര. രസരാജ മൃഗങ്ക. എന്താണ് രസരാജ മൃഗങ്കയുടെ തീം? അത് കെമിസ്ട്രി, ഓസും ഡ്രഗ്സിനൊക്കെ പറ്റിയാണ് പറയുന്നത്. സാമരംഗന സൂത്രധാര മീൻസ് ബേസിക്കലി കൺസ്ട്രക്ഷനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് തത്വപ്രകാശ ട്രീറ്റീസ് ഓൺ തന്ത്രാസ്. നെക്സ്റ്റ് റൂളറാണ് പരമരാസിലെ നരവർമ്മൻ എന്നുള്ളത്. ഓക്കെ, ഹി റൂൾഡ് ദ പീരീഡ് 1094 ടു 1133 CE. അദ്ദേഹത്തിന് മുന്നേ ലക്ഷ്മണദേവ് എന്നുള്ള ഒരാൾ ഭരിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് അധികം പറയാനുള്ളതുകൊണ്ടാണ് നമ്മൾ നരവർമ്മനെ പറ്റി പറഞ്ഞത്. ഓക്കെ, സോ ഹി വാസ് അക്രഡിറ്റഡ് വിത്ത് ബീങ് എ പോയറ്റ്. അദ്ദേഹം ഒരു പോയറ്റ് ആണ്. അദ്ദേഹം ഒരുപാട് ഹിംസുകളൊക്കെ വേരിയസ് ഡയറ്റീസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയമാണ് നാഗ്പൂർ പ്രശസ്തി എന്നുള്ളത്. അപ്പൊ ആ രീതി തന്നെ പഠിച്ചു നോക്കുക. നാഗ്പൂർ പ്രശസ്തി ഏത് റൂളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് നരവർമ്മനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇതിന് മുന്നേ എന്ത് പറഞ്ഞു? നവസഹസംഘ ചരിതം ആരുടെ ബയോഗ്രഫിയാണ്? സിന്ധുരാജ എന്നുള്ള പരമര റൂളറിന്റെ ബയോഗ്രഫിയാണ്. അപ്പം അത് ആരാണ് എഴുതിയിട്ടുള്ളത്? പത്മഗുപ്തയാണ് എഴുതിയിട്ടുള്ളത്. ഈ നാഗ്പൂർ പ്രശസ്തി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നരവർമ്മനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഹി ഓൾസോ റോട്ട് എ ഹിം ഡെഡിക്കേറ്റഡ് ടു മഖാഹൽ ആഫ്റ്റർ റിസ്റ്റോറിംഗ് ദ മഹാകൽ ടെമ്പിൾ ഓഫ് ഉജ്ജയിൻ. അപ്പൊ ഈ ഒരു ടെമ്പിൾ എന്തുണ്ടായിരുന്നു? ഗോൾഡ്, സിൽവർ ആൻഡ് കോപ്പർ കോയിൻസ് വർ ഡിസ്കവേർഡ് ബിയറിംഗ് ഹിസ് നെയിം ഇൻ ഇൻഡോർ. ഇൻഡോറിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പേരുള്ള ഗോൾഡ് കോയിനും സിൽവർ കോയിനും കോപ്പർ കോയിനും ഒക്കെ ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്.
നെക്സ്റ്റ് ആണ് മഹാലഖദേവ എന്നുള്ളത്. ഇതാണ് പരമരാസിലെ അവസാനത്തെ റൂളർ, മഹാലഖദേവ എന്നുള്ളത്. അദ്ദേഹത്തെ അലാവുദ്ദീൻ ഖിൽജി കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് 1305 CE. ഇതോടുകൂടി പരമര ഡൈനാസ്റ്റിയിലെ ഡിക്ലൈൻ സംഭവിച്ചു. ഓക്കെ, സോ ഈസ് ദ ലാസ്റ്റ് നോൺ കിങ് ഓഫ് ദ പരമര ഡൈനാസ്റ്റി. അത് മഹാലഖദേവയാണ്. അദ്ദേഹത്തെ ആര് കൊന്നിട്ടുണ്ട്? He was defeated and killed by Alauddin Khilji of Delhi in 1305. 1305 CE ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ഇതോടുകൂടി എന്ത് ചെയ്തു? പരമരാസിന്റെ ആ ഒരു ഡൈനാസ്റ്റി അവിടെ അവസാനിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ വിസിറ്റ് ഓഫ് ദ ഫോളോയിങ് യൂറോപ്യൻ ട്രാവലേഴ്സ് ടു ഇന്ത്യ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. തന്നിരിക്കുന്ന യൂറോപ്യൻ ട്രാവലേഴ്സ്, ഇന്ത്യയെ വിസിറ്റ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ ട്രാവലേഴ്സ് ഉണ്ട്, അവരെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ട്രാവലേഴ്സ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരുപാട് ചോദ്യങ്ങൾ ഈ ട്രാവലേഴ്സ് ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി മെഡീവൽ പിന്നെ ഒരു ഏർലി മോഡേൺ കാലഘട്ടത്തിൽ. ജോൺ മിഡൽഹാൻ, വില്യം ഫിഞ്ച്, റാൾഫ് ഫിച്ച്, തോമസ് കോരിയാട്ട്, ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയർ. അപ്പൊ ക്രോണോളജിക്കലി ഒന്ന് അറേഞ്ച് ചെയ്തോളൂ. ഐ വിൽ ഗിവ് യു 30 seconds. എന്തായി? ആൻസർ കിട്ടുന്നുണ്ടോ? ഇവിടെ തന്നിരിക്കുന്നതിൽ ജോൺ മിൽട്ടൺ ഹാളുണ്ട്, വില്യം ഫിഞ്ച് ഉണ്ട്, റാൾഫ് ഫിച്ച് ഉണ്ട്, തോമസ് കോരിയട്ട്, ജീൻ ബാപ്റ്റിസ്റ്റ് ടവർണിയർ ഉണ്ട്. തന്നിരിക്കുന്നതിൽ ആദ്യം വന്നത് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായ ട്രാവലർ എന്നുള്ളത് അത് റാൾഫ് ഫിച്ച് ആണ്. മുഗൾസിന്റെ കാലഘട്ടത്തിൽ എസ്പെഷ്യലി അക്ബറിന്റെ കോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് റാൾഫ് ഫിച്ച് എന്നുള്ളത്. ഓക്കെ, സോറി, 1583 റോൾഫ് ഫിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത്. പിന്നെ വന്ന ആള് എന്നുള്ളത് ജോൺ മിൽട്ടൺ ഹാൾ ആണ്. 1599 ജോൺ മിൽട്ടൺ ഹാൾ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്ന ട്രാവലർ എന്നുള്ളത് വില്യം ഫിഞ്ച് ആണ്. വില്യം ഫിഞ്ച് ആണ് നെക്സ്റ്റ് ട്രാവലർ എന്നുള്ളത്. 1608 വില്യം ഫിഞ്ച് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് തോമസ് കോരിയാട്ട്. ഹി വിസിറ്റഡ് ഇന്ത്യ അറൌണ്ട് 1612. അപ്പൊ തന്നിരിക്കുന്നതിൽ ലാസ്റ്റ് വന്ന ആളെന്നുള്ളത് അത് ടവർണിയർ ആണ്. നമ്മൾ നേരത്തെ ടവർണിയറെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഡയമണ്ട് ട്രേഡർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടവർണിയർ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 1638 കാലഘട്ടത്തിൽ വരെയാണ് ഇന്ത്യ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്ത് വരും? റാൾഫ് ഫിച്ച് ആദ്യം വരുമെങ്കിൽ സി ആദ്യം വരും, പിന്നെ ജോൺ മിൽട്ടൺ ഹാൾ എ വരും, പിന്നെ വില്യം ഫിഞ്ച് ബി, പിന്നെ തോമസ് കോരിയാട്ട് ഡി, പിന്നെ ടവർണിയർ ഇ. സോ CABDE എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ഓർഡർ. ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? CABED, CABDE, AECDB, AEBDC. സോ CABDE എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ റാൾഫ് ഫിച്ച് അറൈവ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1583. 1583 അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. ആൻഡ് ആ ഒരു എന്താണ് ഓവർലാൻഡ് വഴി ഇന്ത്യ ട്രാവലിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷ്മാൻ ആയിട്ട് റാൾഫ് ഫിച്ചിനെ പറയപ്പെടുന്നു. മുഗൾ കോർട്ടാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്, അക്ബറിന്റെ കാലഘട്ടത്തിലാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു രീതിയിൽ ഒരുപാട് ഇൻഫർമേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? റാൾഫ് ഫിച്ച് നൽകുന്നുണ്ട്. ജോൺ മിൽട്ടൺ ഹാൾ ആണ്, അദ്ദേഹം 1599 ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ട്രാവലറാണ്. അവരുടെ കൺട്രി ഓഫ് ഒറിജിനും നോക്കണം കേട്ടോ. ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1599 ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ജോൺ മിൽട്ടൺ ഹാൾ എന്നുള്ളത്. നെക്സ്റ്റ് വില്യം ഫിഞ്ച് ആണ്. ഈ വിസിറ്റഡ് ഇന്ത്യ ബിറ്റ്വീൻ 1608 ആൻഡ് 1611. 1608 കാലം മുതൽ 1611 കാലഘട്ടത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? വില്യം ഫിഞ്ച് എന്നുള്ളത്. നെക്സ്റ്റ് തോമസ് കോരിയാട്ട്. ഈ ട്രാവൽ ടു ഇന്ത്യ ബിറ്റ്വീൻ 1612 ആൻഡ് 1616. 1612 മുതൽ 1616 വരെ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? തോമസ് കോരിയാട്ട് എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് ജീൻ ബാപ്റ്റിസ്റ്റ് ടവർണിയറിന്റെ വരവാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ട്രാവലർ ആൻഡ് മെർച്ചന്റ്, ഡയമണ്ട് ട്രേഡർ ആണ്. അത് 1630 വരെ 1630 വരെ ഏകദേശം 6ഓളം തവണ ഔറംഗസേബിന്റെയും ഷാജഹാന്റെയും ഭരണകാലഘട്ടങ്ങളിലായിട്ട് 6ഓളം തവണ അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മുഗൾസിനെ പറ്റി അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കുത്തുബ് ഷാഹീസിനെ പറ്റിയിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, സോ അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഒരുപാട് ഗാർഡൻസ് ആണുള്ളത്. ലിസ്റ്റ് 2 ആ ഗാർഡന്റെ പാട്രോണി ആരാണെന്നാണ് ചോദ്യം. റാംബാഗ് ഉണ്ട്, സഹറാബാഗ്, ഷാലിമാർ ഗാർഡൻ, സാഹിദാബാദ് ഗാർഡൻ. ഓക്കെ, സോ അക്ബറാബാദി ബീഗം, മുംതാസ് മഹൽ, ജഹനാര ബീഗം, നൂർജഹാൻ. ഓക്കെ, ഒന്ന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. റാംബാഗ്, സഹാറാബാഗ്, ഷാലിമാർ ബാഗ്, സാഹിദാബാദ് ഗാർഡൻ, അക്ബറാബാദി ബീഗം, മുംതാസ് മഹൽ, ജഹനാര ബീഗം, നൂർജഹാൻ. ഓക്കെ, സോ അതില്
പകരം ഷാലിമാർ ബാഗ് ഗാർഡനൊക്കെ എന്ത് ചെയ്യും, നൂർജഹാനിലേക്കൊക്കെ മാച്ച് ചെയ്യും. ജഹാംഗീറുമായിട്ടൊരു കണക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അതല്ല, രാംബാഗ് ഗാർഡൻ ആണ് ശരിക്കും നൂർജഹാൻ പാട്രണൈസ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ എന്നുള്ളത്. A4 ആണ് വരിക. ജഹറാബാഗ് ഗാർഡന്റെ പാട്രോണി എന്നുള്ളത് ഷാജഹാന്റെ മകളായിട്ടുള്ള ജഹനാര ബീഗ് ആണ്. ഓക്കെ. പിന്നെ ഷാലിമാർ ഗാർഡൻ എന്നുള്ളതാണ്. അതിന്റെ പാട്രോണി എന്നുള്ളത് അക്ബറാബാദി ബീഗ് ആണ്. പിന്നെ സാഹിദാബാദ് ആണ്. സോറി, നമ്മൾ പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. രാംബാഗ് നൂർജഹാൻ A4 തന്നെയാണ്. സഹാറാബാഗ് അതാണ് മുംതാസ് മഹൽ പാട്രണൈസ് ചെയ്തിട്ടുള്ളത്. ഷാലിമാർ ബാഗ് അക്ബറാബാദി ബീഗം. സാഹിദാബാദ് ആണ് ജഹനാരി ബീഗം. ഡി ആണ് 3 വരെ. സോ കറക്റ്റ് ആൻസർ എന്നുള്ളത് A4 B2 C1 D3 എന്നുള്ളതാണ്. A4 B2 C1 D3 എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് വരികയാണെങ്കിൽ A1 B2 C3 D4 കൊടുത്തിട്ടുണ്ട്. A2 B3 C1 D4 കൊടുത്തിട്ടുണ്ട്. A4 B2 C1 D3 കൊടുത്തിട്ടുണ്ട്. A3 B4 C2 D1. കറക്റ്റ് ആൻസർ അപ്പം ഓപ്ഷൻ സി ആണ് വരിക. A4 B3 C1 D3. സോ ഓരോ ഗാർഡനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തേത് രാംബാഗ് ഗാർഡൻ. രാംബാഗ് ഗാർഡൻ ആഗ്രയിലുള്ള ഗാർഡൻ ആണ്. അത് ഇനീഷ്യലി കമ്മീഷൻ ചെയ്തത് ബാബറാണ്. അപ്പൊ ബാബറിന്റെ കാലഘട്ടത്തിൽ ആഗ്രയിൽ ബാബർ ഇനീഷ്യലി കമ്മീഷൻ ചെയ്തിട്ടുള്ള ഗാർഡൻ ആണ് രാംബാഗ് ഗാർഡൻ എന്നുള്ളത്. സോ ഇറ്റ് വാസ് അതിന്റെ ഒറിജിനൽ നെയിം എന്നത് അറംബാഗ് എന്നുള്ളതാണ്. ഗാർഡൻ ഓഫ് റെസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഒഫീഷ്യൽ നെയിം എന്നുള്ളത്. പിന്നെയാണ് അത് രാംബാഗ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ. സോ പിൽക്കാലത്ത് ഈ ഒരു ഗാർഡൻ റിനോവേറ്റ് ചെയ്യുകയും റീനെയിം ചെയ്യുകയൊക്കെ ചെയ്തത് നൂർജഹാനാണ്. അതാണ് നൂർജഹാൻ എന്തായിട്ട് മാറുന്നത്, രാംബാഗ് ഗാർഡന്റെ പാട്രണായിട്ട് നൂർജഹാൻ മാറിയിട്ടുള്ളത്. ജഹാംഗീറിന്റെ വൈഫായിട്ടുള്ള നൂർജഹാൻ അവർ ഈ ഗാർഡൻ എന്ത് വിളിച്ചു, നൂർ അഫ്ഷാൻ ഗാർഡൻ എന്നൊരു ടൈറ്റിൽ നൂർജഹാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ രാംബാഗ് ഗാർഡൻ എന്നുള്ളത് ആഗ്രയിലാണ് ഉള്ളത്. ആഗ്രയിൽ ബാബർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. അവർ ടേമിന്റെ അർത്ഥം ഗാർഡൻ ഓഫ് റെസ്റ്റ് എന്നാണ്. പിൽക്കാലത്ത് അത് നൂർജഹാൻ പാട്രണൈസ് ചെയ്യുന്നുണ്ട്. നൂർജഹാൻ റിനോവേറ്റ് ചെയ്യുന്നു, റീപെയർ ചെയ്യുന്നു, റീനെയിം ചെയ്യുന്നു. കോളിറ്റാസ് നൂർ അഫ്ഷാൻ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ആദ്യം ഇന്ത്യയിൽ എന്താണ്, കാബൂളിലേക്ക് അദ്ദേഹത്തിന്റെ ബരിയിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തന്നെ ശവം അടക്കിയിട്ടുണ്ടായിരുന്നു, ഖബർ അടക്കിയിട്ടുണ്ടായിരുന്നു ബാബറിന്. അത് ഈ ഒരു ഗാർഡനിലാണ് അടക്കിയിട്ടുണ്ടായിരുന്നത്. Okay, the garden also served as a temporary resting place for Babur's remains before their final burial in Kabul. നെക്സ്റ്റ് ഗാർഡൻ സഹ്റാബാഗ് ഗാർഡൻ ആണ്. ഇതും ആഗ്രയിലാണുള്ളത്. ഇത് ആദ്യം കമ്മീഷൻ ചെയ്തിട്ടുള്ളത് മുംതാസ് മഹലാണ്. അതാണ് മുംതാസ് മഹലാണ്. അപ്പം സഹ്റാബാഗ് ഗാർഡൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആള് ഷാജഹാന്റെ വൈഫാണ്. ആൻഡ് അത് പിന്നീട് ആരെ ഏറ്റെടുക്കുന്നു, ജഹനാര ബീഗം ഏറ്റെടുക്കുന്നു. ലേറ്റർ ഇൻഹെറിറ്റഡ് ബൈ ദ ഡോട്ടർ ജഹനാര ബീഗം. The garden also sometimes referred to as ബാഗേജ്. അപ്പൊ സഹാറ ബീഗ് ഗാർഡനായിട്ട് കൂടുതൽ ബന്ധം എന്നുള്ളത് ജഹനാര ബീഗത്തിനാണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, പിൽക്കാലത്ത് അതിന്റെ പേര് ബാഗേജ് ജഹനാര എന്നുള്ള പേരിലേക്കൊക്കെ അത് മാറുന്നുണ്ട്. ഓക്കെ. പിന്നെ സാഹിബാൻ ഗാർഡൻ അല്ലെങ്കിൽ ഷഹജനാബാദ് ഗാർഡൻ. ഇതാണ് എന്ത്, ജഹനാര ബിൽട്ട് ചെയ്തിട്ടുള്ള ഗാർഡൻ. ഇപ്പൊ ഏർലിയസ്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞ സഹറാബാഗ് ഗാർഡൻ അത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് നൂർജഹാൻ ആണ് ബിൽട്ട് ചെയ്തിട്ടുള്ളത്. സാഹിബാൻ ഗാർഡൻ അത് ബിൽഡ് ചെയ്തിട്ടുള്ളത് ജഹനാര ബീഗം ആണ്. ഷാജഹാന്റെ മൂത്ത മകളാണ് ജഹനാര ബീഗം എന്നുള്ളത്. ഓക്കെ. സോ ഷിവാസ, അപ്പൊ ജഹനാര ബീഗത്തെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാണ്. ഷിവാസ പ്രോമിനന്റ് ഫിഗർ ഇൻ ദ മുഗൾ കോർട്ട് ആൻഡ് പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ സിറ്റി ഇൻക്ലൂഡിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഗാർഡൻ. നെക്സ്റ്റ് ആണ് ഷാലിമാർ ബാഗ് ഗാർഡൻ. ഇത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് ഇസുന്നിസ. അവരാണ് അക്ബറാബാദി ബീഗം എന്ന് അറിയപ്പെടുന്നത്. ഷാജഹാന്റെ മറ്റൊരു ഭാര്യയാണ് ഇസുന്നിസ എന്നുള്ളത്. അറൌണ്ട് 1653 ഈ ഒരു ഷാലിമാർ ബാഗ് ഡൽഹിയിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്. ഷാലിമാർ ബാഗ് ഗാർഡൻ കാശ്മീരിൽ ഒന്നുണ്ട്. ഓക്കെ. ഇത് ഡൽഹിയിലുള്ള ഷാലിമാർ ബാഗ് ഗാർഡനെ പറ്റിയാണ് പറയുന്നത്. ഇത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് ഷാജഹാന്റെ ഒരു വൈഫായിട്ടുള്ള ഇസുന്നിസയാണ്. ഇസുന്നിസയാണ് പിൽക്കാലത്ത് അക്ബറാബാദി ബീഗം എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. സോ ഷീ ബിൽഡ് ദ ഗാർഡൻ ഇൻ ദ വിസിനിറ്റി ഓഫ് ഷഹജനാബാദ്. ഷഹജനാബാദിന്റെ അടുത്താണ് ഈ ഒരു ഷാലിമാർ ബാഗ് ഗാർഡൻ നമ്മുടെ അക്ബറാബാദി ബീഗം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ദ ഗാർഡൻ വാസ് ഡിസൈൻ ഇൻ ദ സ്റ്റൈൽ ഓഫ് ദ ഫേമസ് ഷാലിമാർ ബാഗ് ഇൻ ലാഹോർ. ലാഹോറിലും ശ്രീനഗറിലൊക്കെ ഉള്ള ഷാലിമാർ ബാഗ് ഗാർഡന്റെ അതേ മോഡലിലാണ് ഡൽഹിയിലും ഷാലിമാർ ബാഗ് ഗാർഡൻ അക്ബറാബാദി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് ലെഷർ ഫോർ ഷാജഹാൻ. ഷാജഹാൻ അവിടെ ഒരു എന്റർടൈനിങ് ഒക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ ഔറംഗസേബിനും. ഓക്കെ. Next question. Which of the following statements are correct regarding the Chahmanas or Chauhan? അപ്പം ചൗഹാൻ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ചൗഹാൻസ്, പൃഥ്വിരാജ് ചൗഹാനൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഡൈനാസ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്ന്, ചൗഹാൻ റൂളർ വിഗ്രഹരാജ ക്യാപ്ചേർഡ് ചിത്തൂർ. വിഗ്രഹരാജ ക്യാപ്ചേർഡ് ഡൽഹി ഫ്രം തൊമാർ റൂളേഴ്സ്.
Prithviraj III led an expedition against Chandelas. Prithviraj III entered into the battle against Muizuddin Muhammad Ghori. Vigraha Raja was defeated by Bhima II, the Chalukya ruler of Gujarat. ഏതൊക്കെയാണ് ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെയാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചോളൂ, കുറച്ച് ടഫാണ്. ലൈക്ക് എന്നാ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ വിഗ്രഹരാജ സെക്കൻഡ്, വിഗ്രഹരാജ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ചഹമനാസിൽ ഒരുപാട് റൂളേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് വിഗ്രഹരാജാണ് പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ ഇവിടെ ഭയങ്കര ഒരു ആംബിഗിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ ഏറ്റവും മോസ്റ്റ് എവിഡന്റ് ആയിട്ടുള്ള സോഴ്സുകൾ വെച്ചിട്ട് ആൻസറിലേക്ക് എത്താം എന്നുള്ളതേ ഇവിടെയുള്ളൂ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതും ഏതൊക്കെയാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതും. ഓക്കെ, സോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കറക്റ്റ് എന്ന് പറയാൻ പറ്റുക ABCD എന്നുള്ളതാണ്. എ കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്, ഡി കറക്റ്റ് ആണ്. സോ ഡി ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഡൗട്ട് ഒന്നുമില്ല, എയിലാണ് ഡൗട്ട് ഉള്ളത്. ഓക്കെ, പക്ഷേ ലെറ്റ് സി, ഇ എന്നുള്ളൊരു ആൻസർ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ്ങും ആണ്. സോ കറക്റ്റ് ആൻസർ ABCD ഉള്ളി എന്നുള്ളതാണ്. നമുക്ക് ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ പറയാം. ചഹമനസ് അല്ലെങ്കിൽ ചൗഹാൻസ് അവരും ഒരു രജ്പുത് ഡൈനാസ്റ്റി ആണ്. അവർ പ്രസന്റ് ഡേ രാജസ്ഥാനും അതിന്റെ സറൗണ്ടിങ് ഏരിയാസും ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ഫ്രം 6th സെഞ്ചുറി ടു 12th സെഞ്ചുറി എന്നുള്ളത്. സോ അവർ ആദ്യ കാലഘട്ടത്തിൽ ഗുർജര പ്രതിഹാരാസിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു ചഹമനാസ് എന്നുള്ളത്. പിൽക്കാലത്ത് അവർ ഇൻഡിപെൻഡന്റ് ആയി അവരുടേതായ ഒരു ക്യാപിറ്റൽ ഷഖംബരി എന്നുള്ള അജ്മീറിനടുത്തുള്ള സ്ഥലത്ത് അവരുടെ ക്യാപിറ്റലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർ ഇൻഡിപെൻഡന്റ് ഭരണം ആരംഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവരുടെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ഒന്ന് അജയ് രാജയാണ്. അജയ് രാജയാണ് അജ്മീർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്ന് വിഗ്രഹരാജ ഫോർ ആണ്. ഇദ്ദേഹത്തിന് രണ്ടുപേരാണ് ഈ ചഹമനാസ് ചൗഹാൻസിലെ ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ്. പ്ലസ് ആരുണ്ട്, പൃഥ്വിരാജ് ചൗഹാനും ഉണ്ട്. ഓക്കെ, അപ്പൊ അജയ് രാജയും വിഗ്രഹരാജ ഫോറും ദി എക്സ്പാൻഡ് ദർ ടെറിട്ടറി ആൻഡ് മേഡ് സിഗ്നിഫിക്കന്റ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ്. അപ്പൊ ഈ ഡൈനാസ്റ്റിയുടെ പവർ എന്ത് ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജ് ചൗഹാന്റെ കാലഘട്ടം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് ചൗഹാനെ ആര് പരാജയപ്പെടുത്തുന്നു, 1192 സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ, രണ്ടാം തറൈൻ യുദ്ധത്തിൽ മുഈസുദ്ദീൻ മുഹമ്മദ് ഘോരി പരാജയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതോടുകൂടിയാണ് ഈ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈനോട് കൂടിയാണ് ഇന്ത്യയിലെ ഒരു ഇൻഡിപെൻഡന്റ് സൾട്ടനേറ്റിന്റെ വരവിനൊക്കെ ഒരു ഗ്രൗണ്ട് ഒരുങ്ങിയിട്ടുള്ളത്. സോ അതിൽ ആ ഒരു കാലഘട്ടം വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ചൗഹാൻ ഡൈനാസ്റ്റിയുടെ പവറും പ്രസ്റ്റേജ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിനു ശേഷം എന്ത് ചെയ്തു, ഇവർ ഡിക്ലൈൻ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഒരു ഏർലി ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ചഹമനാസ് ആർ ബിലീവ്ഡ് ടു ഹാവ് ഒറിജിനേറ്റഡ് നിയർ ദ നർമ്മദ റിവറിന്റെ തീരത്താണ് ഒറിജിനേറ്റ് ചെയ്തപ്പെട്ടതെന്ന് പറയുന്നു. ആൻഡ് ദേ ഇനീഷ്യലി റൂൾഡ് ഫ്രം അഹിത് ഛത്രപൂർ ആൻഡ് ലൈറ്റർ ശാഖംബരി. അവര് പ്രതിഹാരാസിന്റെ വസൽസ് ആണെന്ന് പറഞ്ഞു. പിന്നീട് പിൽക്കാലത്ത് അവർ എന്ത് ചെയ്തു, അവർ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ട് പറയപ്പെടുന്നത് വാസുദേവയാണ്. ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് വാസുദേവയാണ്. അപ്പൊ ചഹമനാസ് അവരുടെ ടെറിറ്ററി എവിടേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, ഡൽഹിയിലെ തൊമാർസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മൽവ, പരമരാസ് ഓഫ് മൽവ അവരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ചൗഹാൻസ് അവരുടെ ടെറിറ്ററി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചൗഹാൻസിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് എന്നുള്ളത്. ഓക്കെ, ജഗദേവ്, വിഗ്രഹരാജ ഫോർ, പൃഥ്വിരാജ് തേർഡ്, ഹരിരാജ, ഗോവിന്ദരാജ, ഇതൊക്കെയാണ് അവിടുത്തെ കീ റൂളേഴ്സ് എന്നുള്ളത്. അവിടെ അച്ചീവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആള് അജയ് രാജയാണ്. ഓക്കെ, സോ ഹീസ് നോൺ ഫോർ ദ ഫൗണ്ടിങ് ദ സിറ്റി ഓഫ് അജയമേർ, അല്ലെങ്കിൽ അജ്മീർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് അജയ് രാജ എന്ന് പറയപ്പെടുന്നു. പിന്നെ വിഗ്രഹരാജ ഫോർ ആണ്. ഇറ്റ്സ് എ പവർഫുൾ റൂളർ ഹു എക്സ്പാൻഡ് ചഹമന കിങ്ഡം ആൻഡ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ലിറ്റററി പാട്രണേജ്. അദ്ദേഹം ഡൽഹിയുടെ കയ്യിൽ നിന്ന് തൊമാർസിന്റെ കയ്യിൽ നിന്ന് ഡൽഹി പിടിച്ചെടുത്ത റൂളറാണ് വിഗ്രഹരാജ ഫോർ എന്നുള്ളത്. പിന്നെ പൃഥ്വിരാജ് ചൗഹാൻ 3 ആണ്. സോ അതാണ് മുഈസുദ്ദീൻ മുഹമ്മദ് ഘോരി പരാജയപ്പെടുത്തിയിട്ടുള്ള റൂളർ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറയിൽ പൃഥ്വിരാജ് ചൗഹാൻ വിജയിക്കുന്നുണ്ട് കേട്ടോ. ഒന്നാം തറയിൽ യുദ്ധം നടക്കുന്നുണ്ട് 1191. അതിൽ ആരും വിജയിക്കുന്നുണ്ട്, പൃഥ്വിരാജ് ചൗഹാൻ വിജയിക്കുന്നുണ്ട്. രണ്ടാം തറയിൽ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു, പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു, ഈ ചഹമനാസിന്റെ ആ ഒരു പ്രസ്റ്റീജിയസ് കാലഘട്ടം അവസാനിക്കുന്നു. ഓക്കെ, സോ ആ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇപ്പോഴും സ്റ്റിൽ ഒരുപാട് ആംബിഗ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് മോസ്റ്റ് ആപ്റ്റ് ആയിട്ട് ഒരു ആൻസർ ചൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എനിവേ നമ്മൾ 10ഓളം ക്വസ്റ്റ്യൻ മിഡീവൽ ഇന്ത്യയായിട്ട് ബേസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും തന്നിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു, ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. യാ, താങ്ക് യു.